മാറ്റുരയ്ക്കുന്ന അറിവും വിവേകവും ഒരുപോലെ ഒന്നിക്കുന്ന ഈ ഒരു അരങ്ങിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് RG Media 360 presents YXO കേരള. ആരൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അധ്യായത്തിൽ പങ്കെടുക്കാൻ വരുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. അപ്പോൾ അധികം സമയം ഞാൻ എടുക്കുന്നില്ല. ആദ്യം തന്നെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ടീം ഓ. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, ദേ ഇന്നത്തെ ടീം ഓയിൽ നമുക്ക് 3 ചേച്ചിമാരെയാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ചേച്ചിമാരെ കിട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാര്യം എന്താ പറഞ്ഞാൽ എനിക്കൊന്ന് വളരെ നിഷ്കളങ്കമായിട്ട് ഇല്ലെങ്കിൽ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയുന്ന ആൾക്കാർ ചേച്ചിമാരാണ്. ചേട്ടന്മാർ കുറച്ചുകൂടെ എനിക്കൊന്ന് ഫാബ്രിക്കേറ്റ് ചെയ്തൊക്കെ സംസാരിക്കാനൊക്കെ ഇങ്ങനെ ഷോസിനൊക്കെ അറിയുന്ന ആൾക്കാരാണ്. പക്ഷേ ചേച്ചിമാർ എനിക്കൊന്നും ഇതിൽ 3 പേരും ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു വേദിയിൽ എത്തുന്നത്, അതോ ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? ആദ്യമായിട്ടാണ്. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു അന്താളിപ്പുണ്ട്. എന്ത് പറയണം, എങ്ങനെ പറയണം, പലപ്പോഴും മൈക്കൊന്നും എടുത്ത് വെക്കാറൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ഇതുവരെയുള്ള ഷോട്ടിൽ എൻ്റെ ഡയറക്ടർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നത് ഞാൻ വരുന്ന എല്ലാവരുടെ മൈക്ക്. കാരണം അത് അവരുടെ കുറ്റമല്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വേദിയിലെത്തി ഫേസ് ചെയ്യുന്നവരാണ് ഇവരിൽ പലരും. ക്വിസിന് പോകുന്ന കുട്ടികൾക്കൊക്കെ അറിയാൻ പറ്റും മൈക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യണം. പക്ഷേ അല്ലാതെ വരുന്ന നമ്മുടെ ഒരു ടീമിൽ എനിക്ക് തോന്നുന്നു ലൈഫിൽ തന്നെ ഈ ഒരു 60 ഇയേഴ്സിൽ അല്ലെങ്കിൽ 50 ഇയേഴ്സിൽ ഇങ്ങനെ ഒരു വലിയ സ്റ്റേജിലെത്തി ഇത്രയും ക്യാമറാസിന് മുന്നിൽ, ലൈറ്റിന് മുന്നിൽ അവർ ആദ്യമായിട്ടായിരിക്കും. അതിൻ്റെ ഒരു ചെറിയൊരു എക്സൈറ്റ്മെൻ്റ് ആണോ, ടെൻഷനാണോ ചേച്ചി? ടെൻഷനുണ്ട് ചെറുതായിട്ട്, എന്നാലും ഭയങ്കര എന്താ ത്രില്ലിലായിട്ട് നിൽക്കുകയാണ്. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ സംഭവിപ്പിക്കും എന്നൊരു വാക്കോടെ ഉറപ്പോടെയാണ് നമ്മുടെ അടുത്ത 3 പേരെത്താൻ പോകുന്നത്. നമ്മുടെ വൈറ്റ് ടീമിലാണ്. അതിനുശേഷം ഇവരാരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ വേദിയിലേക്ക് എത്തുന്നു ടീം വൈ. ഓക്കെ, നമ്മുടെ ടീം വൈ ഇവിടെ എത്തിക്കഴിഞ്ഞു. സോ ടീം ഓയിൽ നിന്ന് തുടങ്ങണോ, വൈയിൽ നിന്ന് തുടങ്ങണോ, എവിടെ നിന്ന് തുടങ്ങണം? ഞാൻ എന്താ തോന്നുന്നേ? ഓയിൽ നിന്ന് തന്നെ തുടങ്ങാം. യെസ്, ഇവിടെ നിന്ന് തുടങ്ങുമ്പോൾ ചേച്ചി പേരെന്താണ്, എവിടെ നിന്നാണ്? എൻ്റെ പേര് ഹേമ. ഓക്കെ, ഞാൻ ട്രിവാൻഡ്രം തന്നെയാണ്. വേറെ എന്താണ്, വീട്ടിൽ ആരൊക്കെയാണ്, എന്താണ് ചെയ്യുന്നത്? ഹസ്ബൻഡ് ഉണ്ട്, ഞാനുണ്ട്, മക്കൾ 2 പേരും പുറത്താണ്. എവിടെയാണ് അവർ? വിദേശത്ത്. മോള് മാരീഡ് ആണ്, കാനഡയിലാണ്. മോൻ ദുബായിലാണ് വർക്കിംഗ്. ദുബായിലും കാനഡയിലും പോയിട്ടുണ്ടോ ചേച്ചി? പോയിട്ടുണ്ട്. കാനഡയാണോ ദുബായ് ആണോ, വിച്ച് യു പ്രിഫർ ദ മോസ്റ്റ്? ദുബായ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതെന്താണ് കാനഡ ഇഷ്ടപ്പെടാത്തതിന്റെ ഒരു റീസൺ? കാനഡ ഇറ്റ്സ് ലൈക്ക് ജീവിക്കാൻ എനിക്ക് അത്ര താല്പര്യമില്ല, ബട്ട് വിസിറ്റിന് പോകുമ്പോഴത്തേക്കും കൊള്ളാം, നല്ല സ്ഥലം. പക്ഷെ ദുബായ് കുറച്ചുകൂടെ ഇഷ്ടമാണ്. ഇനി ചേച്ചിയിലേക്ക് വരുമ്പോൾ നല്ല കേക്കും വൈനും ഒക്കെ ഉണ്ടാക്കുന്ന പാലാ സൈഡിലൊക്കെ കണ്ടുവരുന്ന ഒരാളെ പോലെ തോന്നുന്നു. എവിടെയാണ്, എന്താണ്? എൻ്റെ നാട് തൊടുപുഴയാണ്. അതാണ്. പേര് നൂർജഹാൻ എന്നാണ്. അപ്പൊ ബിരിയാണിന്റെ ആളാണ്. ഓക്കെ, ബിരിയാണിയാണ്. ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ബിരിയാണി ഏതാണ്? ചിക്കനാണ്. മട്ടൺ ഭയങ്കര വിലയല്ലേ, അത് കാരണം വല്ലപ്പോഴും ഉണ്ടാക്കുള്ളൂ. മട്ടൺ വിലയായതുകൊണ്ട് ചിക്കൻ ബിരിയാണിയിലോട്ട് മാറി ഉണ്ടാക്കും. മട്ടൺ ഉണ്ടാക്കും, പക്ഷേ ഇങ്ങനെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ പിന്നെ നമ്മൾ എല്ലാ സൺഡേസിലും ചിക്കൻ ബിരിയാണി. വേറെ എന്താണ് ചേച്ചിയുടെ സ്പെഷ്യൽ? എന്താണ് വീട്ടിൽ കൂടുതലായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്? എല്ലാം ഉണ്ടാക്കും. കേക്ക് ഉണ്ടാക്കും, വൈൻ ഉണ്ടാക്കും. കേക്കും വൈനും ഒക്കെ ഉണ്ടാക്കും. ഓക്കെ, എന്നിട്ട് വീട്ടിൽ ആരൊക്കെയാണുള്ളത്? ഞാൻ, ഹസ്ബൻഡും, മോളുണ്ട്, മോളുടെ 2 മക്കളുണ്ട്. ഓ, അമ്മമ്മയാണ്. അതെ. പിന്നെ മോൻ ദുബായിലാണ്. അവൻ 2 പേരും കല്യാണം കഴിഞ്ഞു. മോനിപ്പം കഴിഞ്ഞ വർഷമായിരുന്നു, ജനുവരിയിലായിരുന്നു കല്യാണം. മോള് ബാംഗ്ലൂരാണ്. ഓക്കെ, അപ്പോൾ ദുബായ് ബാംഗ്ലൂരൊക്കെ പോകാറുണ്ടോ, ഷട്ടിൽ ചെയ്യാറുണ്ടോ? ദുബായിലുണ്ടായി, ഞങ്ങൾ 8 വർഷത്തോളം ഉണ്ടായിരുന്നു. ദുബായ് ആണോ, തൊടുപുഴയാണോ, തിരുവനന്തപുരമാണോ? ദുബായ് ഇഷ്ടമാണ്. പക്ഷെ ബന്ധുക്കളൊക്കെ, എൻ്റെ അമ്മയും സഹോദരങ്ങളൊക്കെ ഉള്ളത് തൊടുപുഴ ആയത് കാരണം അത് ഇഷ്ടമാണ്. തിരുവനന്തപുരം തൊടുപുഴ അത് വല്ലപ്പോഴും പോകാൻ തൊടുപുഴയാണ് ഇഷ്ടം. പിന്നെ സ്ഥിരം നിൽക്കാൻ ട്രിവാൻഡ്രത്ത് തന്നെ, എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കാനാണ് ഇഷ്ടം. ഹസ്ബൻഡും മക്കളും ഒക്കെ ഉള്ള വീട്ടിൽ നിൽക്കാനാണ് ഇഷ്ടം. ഹസ്ബൻഡ് എന്തായിരുന്നു? ദുബായിലായിരുന്നു. 10-30 വർഷത്തോളം അവിടെയായിരുന്നു. ഓക്കെ, വെരി നൈസ്. ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ? എൻ്റെ പേര് അമ്പിളി. ഞാൻ താമസിക്കുന്നത് ആറ്റുകാലാണ്. വീട്ടിൽ ആരൊക്കെയാണോ ഉള്ളത്? വീട്ടില് ഹസ്ബൻഡും 2 മക്കളും. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മോൻ വിഷ്വൽ മീഡിയ കഴിഞ്ഞ് ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യുന്നു. മോള് MSc പഠിക്കുന്നു, അമൃത
കോളേജിൽ. ഹസ്ബൻഡ് ചേച്ചിയുടെ ഹസ്ബൻഡ് പോലീസിലായിരുന്നു, ഇപ്പോൾ റിട്ടയർഡായി. എത്ര വർഷം പോലീസിലായിരുന്നു? 28 വർഷം. 28 വർഷം ഒരു പോലീസുകാരൻ്റെ കൂടെ ജീവിച്ച ഒരാളാണ്. അതെ. എന്തെങ്കിലും ടാൻഡ്രംസ് ഉണ്ടോ ചേട്ടൻ? അതായത് കാരണം ഭയങ്കര എന്താ പറയുക, ടെൻഷൻ പിടിച്ച റിസ്ക് പിടിച്ച ഒരു പരിപാടിയാണിത്. കാരണം കുറെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡെയിലി ജീവിതത്തിൽ പ്രൊഫഷണലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വീട്ടിൽ വരുമ്പോൾ എങ്ങനെയാണ് ചേട്ടൻ്റെ ഒരു രീതി? എങ്ങനെയാണ് വീട്ടിൻ്റെ ചുറ്റുപാടനുസരിച്ചുള്ള ജീവിതമാണ്. ഓഫീസിൽ പോകുമ്പോൾ ഓഫീസിലുള്ള. ദേഷ്യക്കാരനാണോ? ആവശ്യത്തിന് ദേഷ്യമൊക്കെ ഉണ്ട്. ഓക്കെ. ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് വീട്ടിൽ പോലീസുകാരനാകുമ്പോൾ ചേച്ചി എന്താ ചെയ്യുന്നത്? അല്ല, ഞാൻ സൈലന്റ് ആവും. ഓ, അവിടെ വയലന്റ് ആവുമ്പോൾ ഞാൻ സൈലന്റ് ആവുന്നു. അതാണ് അഡാപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ ചേച്ചി വയലന്റ് ആവുമ്പോൾ ചേട്ടൻ സൈലന്റ് ആവും? ഞാൻ അങ്ങനെ വയലന്റ് ആവാറില്ല. ഇല്ല. അങ്ങനെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞങ്ങൾ തമ്മിൽ വേറൊരു ബന്ധം കൂടിയുണ്ട്. എന്റെ കല്യാണം ആക്ച്വലി ഒരു ട്രിപ്പിൾ ലോക്ക്ഡൌൺ സമയത്തായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു മൊത്തത്തിൽ ഒരു 6 പേര് മാത്രമേ എന്റെ കല്യാണം കണ്ടിട്ടുള്ളൂ നേരിട്ട്. അതിലൊരാൾ ചേച്ചിയാണ്. കാരണം എൻ്റെ അമ്മയുടെ ഡീറസ്റ്റ് ഫ്രണ്ട് കൂടിയാണ്. അതിൻ്റെ പേരിൽ ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കൊന്നും ചേർത്ത് ഞാൻ ഒന്നും പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. എൻ്റെ കല്യാണ ഫോട്ടോ നോക്കി എൻ്റെ താലികെട്ടിൻ്റെ ഫോട്ടോയിൽ വേറെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നല്ലാതെ 5 പേരല്ലാതെ പുറത്തുനിന്ന് ഒരാൾ ഉള്ളത് ചേച്ചി മാത്രമാണ്. അപ്പം അതുകൊണ്ട് എനിക്കത് മറക്കാൻ പറ്റില്ല. ഞങ്ങൾ വീടുകൾ തമ്മിൽ കുറച്ച് അടുത്താണ്. ആറ്റുകാൽ സ്വദേശികളാണ് നമ്മളെല്ലാവരും. ഓക്കെ. അപ്പോൾ പിന്നെ വേറെ എന്താണ് പോലീസുകാരൻ ചേട്ടന് ഏറ്റവും കൂടുതൽ, ചേച്ചിക്ക് ചേട്ടനിൽ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്താണ്? വലിയ കുഴപ്പമില്ല. എന്നാലും ഒരു കുഴപ്പമുണ്ട് അതില്? ഇല്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ സുന്ദരിയായിരുന്നു. ലവ് മാരേജ് ആണെന്ന് ചെറുതായിട്ടൊന്ന് കേൾക്കുന്നു. ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ ഈ പോലീസുകാരന്റെ ഹൃദയത്തിലും കാക്കിക്കുള്ളിൽ ഒരു പ്രണയം പോയിട്ട് എവിടെയാണ് വെച്ച് കണ്ടത്? അതൊക്കെ കുറച്ച് പഴയ കഥയാണ്. അത് കുഴപ്പമില്ല, നിങ്ങൾ ഓയിൽ വന്ന് നിൽക്കുക, ഒരു പ്രശ്നമില്ല. പഴയതൊക്കെ ഞങ്ങൾ എടുക്കുന്നു. ആ, എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത് നിങ്ങൾ രണ്ടുപേരും? എവിടെയോ വെച്ച് കണ്ടുമുട്ടി. എവിടെ അതുപോലെ ഞാൻ ഓർക്കുന്നില്ല. അല്ല, ഓർക്കുന്നുണ്ട്. എവിടെയാണ് ചേച്ചി? കോളേജിൽ പോകുന്ന വഴിക്കോ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. കോളേജിൽ പോകുന്ന വഴിക്ക് കണ്ടുമുട്ടി. ചേട്ടനാണോ? ആരാണ് ആദ്യം പ്രണയം എന്ന് പറഞ്ഞത്? അത് ചേട്ടൻ തന്നെ. ചേട്ടനാണ്. എത്ര നാൾ എന്നിട്ട് പ്രണയിച്ചു? 7 വർഷം. 7 വർഷം പ്രണയിച്ചു. ആ കാലത്ത് 7 വർഷം എങ്ങനെ ഇതൊരു ട്രൂ ലവ് ആയിട്ട് കൊണ്ടുപോയി? കത്തുകൾ കൊടുത്തിരുന്നോ? അതെങ്ങനെയാണ്? അന്നൊന്നും ഫോൺ കാര്യം അങ്ങനെയൊന്നും ഇല്ലല്ലോ. കത്തുകൾ തന്നെ. കത്തുകൾ തന്നെയാണ്. കത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ഉണ്ട്. കത്തുകൾ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മക്കൾ വല്ലതും കണ്ടിട്ടുണ്ടോ ആ കത്തുകൾ? മക്കളെ കാണിച്ചിട്ടുണ്ടോ? മക്കള് കണ്ടിട്ടില്ല. നോട്ട് ദ പോയിന്റ്. 2 പിള്ളേർ ചോദിച്ച് മേടിക്കണം. കാരണം അന്നത്തെ കാലത്ത് പൈങ്കിളി ആയിട്ടാണോ സാർ എഴുതിക്കൊണ്ടിരുന്നത്? ഇല്ല, അങ്ങനത്തെ വലിയ ഭയങ്കര പൈങ്കിളിയൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും എഴുതിയതിന്റെ മറക്കാനാകാത്ത ഒരു വരി എന്നോടൊന്ന് പറയാവോ? കാരണം നല്ലൊരു വരി. വലിയ ഓർമ്മ വരുന്നില്ല. എന്നാലും കത്തുകളൊക്കെ ചേച്ചി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? അന്നത്തെ കാലത്ത് ഫോൺ ഉണ്ടായിരുന്നു. ഫോൺ ഉള്ളതിനേക്കാളും അന്നത്തെ പ്രണയമായിരുന്നു നല്ലതെന്ന് തോന്നുന്നു. ആണോ? അതെന്നാ ചേച്ചി? അതൊരു സൈലന്റ് പ്രണയം. ആരും അറിയാതെയാണോ നിങ്ങൾ 7 വർഷം പ്രണയിച്ചത്? നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞിരുന്നോ? പ്രണയിക്കാൻ പറ്റില്ലല്ലോ. അതാണ്, അല്ലാതെ പ്രണയിക്കാൻ പറ്റില്ലല്ലോ. പറഞ്ഞിരുന്നു. ഒരു പെൺകുട്ടിയോട് ഒരു ഇഷ്ടം പറഞ്ഞു, അല്ലെങ്കിൽ ഒരു സുഹൃത്തായിട്ട് എനിക്ക് തന്നെ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. ആ പെൺകുട്ടി മിണ്ടുന്നേ ഇല്ല. നീ എത്ര ദിവസം വെയിറ്റ് ചെയ്തിരിക്കും? അങ്ങനെയൊന്നുമില്ല. എന്നാലും നമുക്ക് എത്ര ദിവസം പിടിച്ചിരിക്കാം? 100 കൊല്ലം. 100 കൊല്ലോ? 60 വയസ്സ് വരെയൊക്കെ പോയാ ഭാഗ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണോ 100 കൊല്ലം നീ കാത്തിരിക്കാൻ പോകുന്നത്? പെൺ സുഹൃത്തുക്കളുണ്ടോ മോനെ? ഓ, ഉണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് എവിടെ നിന്നാണ് വരുന്നേ? നെയ്യാറ്റിൻകര, മണലൂര്. ഓക്കെ. ചേർന്ന് നിന്നോ? ഗേൾസിനോട് എന്തെങ്കിലും വിരോധം ഉണ്ടോ? ഈ 2 പെൺകുട്ടികൾ എങ്ങനെയുണ്ട്? ഫ്രണ്ട്സ് ആണോ? അറിയോ നേരത്തെ? അറിയാം. ഈ കുട്ടിയുടെ പേരെന്നാ? നടുക്കിയിരിക്കുന്ന മോളുടെ? ഭദ്ര. മറ്റേ ആള്? ദേവിക. പേരൊക്കെ അറിയാം. ഭദ്രയ്ക്ക് എത്ര മാർക്ക് കൊടുക്കും 10-ല്? മൊത്തത്തിലുള്ള ഭദ്രയുടെ ഒരു സ്വഭാവമൊക്കെ കണ്ടിട്ട് 10 അങ്ങ് കൊടുക്കുകയാണ് നീ? മൊത്തമായിട്ട് കൊടുക്കാം, കുഴപ്പമില്ല. ഒരു കുറ്റം പോലും പറയാനില്ല ഭദ്രയില്. ഓക്കെ. ഇനി ഇവിടെ ദേവികയ്ക്ക് എത്ര കൊടുക്കും 10-ല്? 10 തന്നെ. എല്ലാ പെൺപിള്ളേർക്കും അവൻ 10 കൊടുത്തിരിക്കുക. നിനക്ക് ഈ പെൺകുട്ടികളുടെ ഇഷ്ടം ഇല്ലാത്തൊരു കാര്യം എന്താണ്? കാരണം കഴിഞ്ഞ തവണ വന്ന ഇവിടെ ഞങ്ങളുടെ 2 പയ്യന്മാർ പറഞ്ഞു പെൺകുട്ടികൾ അധികം ഇഷ്ടമല്ല. കാര്യം അവർ പട്ടി ഷോ ഇറക്കും എന്ന് പറഞ്ഞു. ചുമ്മാ ഷോ ഓഫ് ആണ്. കുറേ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഉള്ളതിനേക്കാൾ ഇല്ലാത്ത കാര്യങ്ങളും കൂടെ ഉള്ളതായിട്ട് കാണിക്കുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞു. നിനക്ക് എന്തെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ മോൻ ഇതുവരെയുള്ള ജീവിതത്തിൽ? എനിക്ക് മേക്കപ്പിനോട് വലിയ താല്പര്യമൊന്നുമില്ല. മേക്കപ്പിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ ഭദ്രയും ദേവിയൊക്കെ കണ്ണിന്റെ മുകളിലൊക്കെ ചുമപ്പൊക്കെ വാരി അടിച്ചിരിക്കുക. അതിനോട് എന്താണ്? നിനക്ക് എന്താ മേക്കപ്പ് എന്താ ഇഷ്ടമില്ലാത്തേ? ഞങ്ങളെ പോലെ ഒരുങ്ങുന്ന ഇഷ്ടമല്ല? അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്താ മേക്കപ്പ്? എന്താ നാച്ചുറൽ ബ്യൂട്ടിയിലാണോ വിശ്വസിക്കുന്നത്? അതെ. എന്താ മേക്കപ്പ്? എന്താ മേക്കപ്പിൽ ഏറ്റവും വെറുക്കുന്ന കാര്യം എന്താണ് മോൻ? ലിപ്സ്റ്റിക്ക്. ഒരു കിൻഡൽ ലിപ്സ്റ്റിക് ഇട്ട് നിൽക്കുന്ന ഞാൻ. ലിപ്സ്റ്റിക് ആണ്
എന്താ നിനക്ക് ഇത്ര ലിപ്സ്റ്റിക്കിനോട് ഭയങ്കര വിരോധം എന്താണ് നിനക്ക്? ലിപ്സ്റ്റിക്കിലൊക്കെ ഓരോ വിഷപദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ എല്ലാം എടുത്ത് കഴിക്കുമ്പോഴത്തേക്ക് അത് ആ വിഷപദാർത്ഥങ്ങളെല്ലാം വായിൽ കൂടെ പോണേ. എനിക്കത് മനസ്സിലാവുന്നില്ല. അത് അവരുടെ നമ്മളെപ്പോലുള്ളവരുടെ വായിൽ. നിനക്ക് എന്താ എത്ര വിഷമം എന്താ അതില്? നിനക്ക് അനിയത്തിയുണ്ടോ? അനിയനാണുള്ളത്. അപ്പൊ പിന്നെ നിങ്ങൾ രണ്ടുപേർക്കും വീട്ടിൽ ലിപ്സ്റ്റിക്കിന്റെ ആവശ്യം വരുന്നില്ല. അനിയത്തി ആയിരുന്നെങ്കിൽ ഓക്കെ, ലിപ്സ്റ്റിക് ഒക്കെ വാരി പൂച്ചി നടക്കുമെന്ന് അറിയാം. ഇത് അനിയനും ആണ്. അനിയനെ മാറ്റി അനിയത്തി ആക്കണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. അനിയൻ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അനിയൻ ഉള്ളതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അനിയൻ ഉള്ളതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? അനിയുള്ളപ്പോൾ നമുക്ക് സന്തോഷം കിട്ടും, കളിക്കാനൊക്കെ കൂടെ വരും. സന്തോഷം കിട്ടുന്നു അനിയനുള്ളപ്പോൾ. ഓക്കെ. ഇനി അനിയന്റെ ദോഷങ്ങൾ എന്താണ്? അനിയൻ ഉള്ളത് കൊണ്ടിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ചിലപ്പം ദേഷ്യപ്പെടും. ചിലപ്പം സന്തോഷം വരും, ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വരും. നിനക്ക് ദേഷ്യം വരുന്ന എപ്പോഴാണ്? ദേഷ്യം വരുന്ന എപ്പോഴാണ്? എനിക്കങ്ങനെ ദേഷ്യം പൊതുവെ വരാറില്ല. എനിക്ക് ദേഷ്യം വരാറില്ല. പൊതുവെ വരാറില്ല. നീ ശാന്തശീലനാണ്. പക്ഷെ എന്നാലും പെമ്പിള്ളേർ ലിപ്സ്റ്റിക് ഇടുന്നതിനോട് വിരോധമാണ് അവന്. കാരണം കുഞ്ഞിനറിയാം ഇത് ഒരുപാട് വിഷാംശങ്ങൾ നിറഞ്ഞതാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ വയറ്റിൽ പോയാൽ തീർന്നു, കഥം. ഇപ്പൊ തന്നെ അവൻ എന്നെ ടെൻഷനാക്കി. വെറുതെ ആലോചിക്കാതെ നിൽക്കുകയായിരുന്നു ഞാൻ. ഓക്കെ. വേറെ എന്താണ് പെൺകുട്ടികൾ ഇഷ്ടമില്ലാത്ത കാര്യം? എന്താണ് ലിപ്സ്റ്റിക്? വേറെ അങ്ങനെയൊന്നുമില്ല. ഓക്കെ. ഗ്രൂപ്പ് വല്ലതും ഉണ്ടോ മോന്? വാട്സപ്പില് സ്കൂൾ ഗ്രൂപ്പൊക്കെ ഉണ്ട്. വേറെ അല്ലാതെ ഫ്രണ്ട്സിന്റെ ഇടയിൽ വല്ല ഗ്രൂപ്പ് ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. മോൻ എത്രാം ക്ലാസ്സിലാ? 7. അനിയന്റെ പേര്? അഭിദേവ്. ഓക്കെ. മോന്റെ പേര്? അഭിജിത്ത്. അഭിജിത്തും അമൽദേവും. അഭിദേവും അഭിജിത്തും. ഓക്കെ. ഇതിൽ അഭിദേവ് എന്ന പേരാണ് നല്ലതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛനും പറഞ്ഞിട്ടുണ്ട്. അവര് തന്നെയല്ലേ നിനക്കും ഈ പേരിട്ടത്? എൻ്റെ അച്ഛനാണ് പേരിട്ടത് എനിക്ക് അഭിജിത്ത് എന്നുള്ളത്. പക്ഷെ അഭിജിത്ത് ഇപ്പൊ എല്ലാവർക്കും ഉള്ളൊരു പേരാണ്. അതേസമയം അഭിദേവ് അധികം ആർക്കും ഇല്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ മോന്? തോന്നിയിട്ടുണ്ട്. ക്ലാസ്സിൽ എത്ര അഭിജിത്തന്മാരുണ്ട്? 2. 2 ഉള്ളൂ. രക്ഷപ്പെടും. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ 7 എണ്ണം ഉണ്ടായിരുന്നു. ഏറ്റവും കൂടെ അഭിനവ് എന്ന പേരാണുള്ളത്. അഭിനവോ? അഭിനവ് 4 പേരാണ്. അഭിനവ് 4 എണ്ണം ഉണ്ടോ? അയ്യോ. അപ്പൊ അച്ഛനും അമ്മ എന്നാ പറഞ്ഞു? അഭിദേവാണ് നല്ലത്, അഭിജിത്ത് എന്നുള്ള പേര് കൊള്ളില്ല എന്ന് പറഞ്ഞോ? ഇല്ല, അങ്ങനെ പറഞ്ഞില്ല. നിനക്ക് തോന്നിയോ അഭിദേവാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന്? എനിക്കിഷ്ടം. അവന്റെ പേര് തന്നെ ഇഷ്ടം. അതിൽ കുട്ടിക്ക് ഭയങ്കര ആത്മവിശ്വാസമുണ്ട്. അടുത്ത മോളിലേക്ക് വരുമ്പോ ഭദ്ര. യെസ്, എൻ്റെ പേര് ഭദ്ര. ഓക്കെ. ഇത് കേട്ടായിരുന്നോ? ലിപ്സ്റ്റിക് ഇടുന്നത് പ്രശ്നമാണെന്നാ പറയുന്നത്. ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ ഇച്ചിരി? എപ്പോഴും ഇടും. കണ്ടോ? അതാണ് ഉറങ്ങുന്നതും എണീക്കുന്നതും ഒക്കെ ലിപ്സ്റ്റിക്കും ഐഷാഡോ ഇട്ടിട്ടാണ്. ഏറ്റവും വികാരമുള്ള മേക്കപ്പ് ഐറ്റം ഏതാണ്? ഐലൈനർ ഇല്ലാതെ ഒരു കാര്യമില്ല. മാൻമിഴികളില്ലാതെ ഞങ്ങൾ പുറത്തിറങ്ങില്ല. ഐലൈനർ ഇല്ലെങ്കിൽ കോൺഫിഡൻസ് പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ മോന്? അങ്ങനെയല്ല, എന്തോ ഒന്നും മേക്കപ്പ് ഇല്ലെങ്കിലും ഐലൈനർ വെച്ചിട്ട് പോകുമ്പോൾ വല്ലാത്തൊരു സന്തോഷം, ഒരു സന്തോഷം നമുക്ക് തന്നെ അങ്ങ് ഫീൽ ചെയ്യും. എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കും എന്നൊരു തോന്നൽ. അതൊരു തോന്നൽ മാത്രമാണ് കേട്ടോ മോളെ. എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട് ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലൊക്കെ. പിന്നെ മനസ്സിലായി വെറും തോന്നലാണ്, ഇവരെല്ലാവരെയും നോക്കുന്നുണ്ടത്. അതുകൊണ്ട് അത് കാര്യമില്ല. എന്നാലും ബാക്കി എന്തൊക്കെയാണ് മോക്ക്? വേറെ എന്തൊക്കെയാണ് ഇഷ്ടം? എന്താണ് ഏറ്റവും ഇഷ്ടം? ഫുഡിനോട് ഏത് ഫുഡ്? ബിരിയാണി, അമ്മ വയ്ക്കുന്ന ഫുഡുകൾ. ബിരിയാണി ദേ ഇവിടെ അസലായിട്ട് വെക്കുന്ന ഒരാൾ നിൽക്കുന്നുണ്ട്. ഏത് ബിരിയാണി? ചിക്കൻ ബിരിയാണി. വേറെ ഏത് ഫുഡാണ് ഇഷ്ടം? പിന്നെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡെല്ലാം ഇഷ്ടം. അമ്മ ഉണ്ടാക്കുന്ന എന്നാലും അല്ല, അമ്മ ഉണ്ടാക്കുന്ന നമുക്ക് നല്ല കൈപ്പുണ്യ. അമ്മയ്ക്ക് നല്ല അമ്മ വന്നിട്ടുണ്ടോ ഇന്ന്? ഇല്ല, ഇന്ന് വന്നിട്ടില്ല. എന്നാലും TV കാണുമ്പോൾ അമ്മയ്ക്കൊരു സന്തോഷം. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എൻ്റെ പേര് ദേവിക. ദേവികയ്ക്ക് എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ? എന്താണ് ചെയ്യുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, പിന്നെ അച്ഛൻ ഗൾഫിലാണ്. ഇതിൽ ആരാണ് പാട്ട് പാടുന്ന? ആരാണ്? ഭദ്രയാണോ ദേവികയാണോ? അല്ല, ഭദ്രയാണ്. ആക്ച്വലി ദേവികയാണ്. ഫസ്റ്റ് റൗണ്ട് ആണ് GK റൗണ്ട്. നമ്മുടെ GK റൗണ്ടിലേക്ക് കടക്കാൻ പോവാണ്. ആദ്യത്തെ റൗണ്ടാണ്. 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ റിപ്പീറ്റ് ചെയ്യും. മലയാളം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബസർ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. ആദ്യം ബസർ പ്രസ് ചെയ്യുന്ന ടീമിനായിരിക്കും ഉത്തരം പറയാനായിട്ടുള്ള അവസരം. 2 പോയിന്റ് കിട്ടും ശരി ഉത്തരം ആണെങ്കിൽ. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വാട്ട് കമ്പനി വാസ് ഇനിഷ്യലി നോൺ ആസ് ദി ബ്ലൂ റിബൺ സ്പോർട്സ്? ബ്ലൂ റിബൺ സ്പോർട്സ് എന്നറിയപ്പെടുന്ന കമ്പനി ഏതാണ്? ദി വൈറ്റ് ടീമാണ്. ആൻസർ പറഞ്ഞോ. ഏതാണ് മോനെ ആൻസർ?
നൈക്ക്. ശരി ഉത്തരം. നീ ഉപയോഗിക്കാറുണ്ടോ നൈക്കിന്റെ ഏതെങ്കിലുമൊക്കെ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുണ്ടോ മോന്? ഇല്ല. ഒന്നും ഉപയോഗിച്ചില്ല, പക്ഷെ അറിയാം. ബോയ്സിന് കൃത്യമായിട്ട് അറിയുന്ന ഒരു ബ്രാൻഡ് കൂടിയാണ് അല്ലേ? ഓക്കെ, അടിപൊളി. അറിയായിരുന്നോ? ചേച്ചിമാർക്ക് വല്ല അറിയായിരുന്നോ? നൈക്കാന്ന് അറിയായിരുന്നു. പക്ഷെ ബസർ ഞങ്ങൾ പ്രസ് ചെയ്തില്ല. ഞെക്കിപ്പോയി. അത് കുഴപ്പമില്ല. എന്നാലും ചേച്ചി കൈ എന്റെ മോളിൽ തന്നെ വെച്ചോണ്ട് നിന്നോണം. ഓക്കെ, റെഡി. ഇതൊരു സ്പീഡിന്റെ ഒരു ഗെയിമും കൂടിയാണ്. ടൈമിംഗ് മാറ്റേഴ്സ് എ ലോട്ട്. ഓക്കെ, ശരി. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. Which gas is commonly known as the laughing gas? ചിരിക്കുന്ന വാതകം എന്നറിയപ്പെടുന്ന വാതകം ഏതാണ്? വൈറ്റ് ടീമാണ് ആൻസർ. നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡ്. കറക്റ്റ് ആൻസർ. അറിയായിരുന്നു തോന്നുന്നു അല്ലേ? ആയിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒന്നിച്ച് പിള്ളേർ പെട്ടെന്നൊന്ന് പ്രസ് ചെയ്താണ്. നോ വറീസ്. കൈ അതിൻ്റെ മുകളിൽ തന്നെ മലയാളം കൂടി ഞാൻ കംപ്ലീറ്റ് ചെയ്യും എന്നിട്ട്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. Which company developed the Android operating system? ഏത് കമ്പനിയാണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തത്? ദി ഓ ടീമാണ് പ്രസ് ചെയ്തിരിക്കുന്നത്. ഗൂഗിൾ. ഗൂഗിൾ. ശരിയാണോ? ശരി ഉത്തരം, ഗൂഗിൾ. ഓക്കെ, അപ്പോൾ നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. Which country has the most volcanoes in the world? ലോകത്തിൽ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങളുള്ള രാജ്യമേത്? ദി ഓ ടീമാണ് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യ. കറക്റ്റ് ആൻസർ. ദേ ഇവിടെ എല്ലാ ചേച്ചിമാരും പറഞ്ഞു ദുബായ്, കാനഡ ഒക്കെ പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങൾ എവിടെയെങ്കിലും പോകാൻ ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. എവിടെയാണ് നിനക്ക് പോകാൻ ഇഷ്ടം? എനിക്ക് റഷ്യ. റഷ്യ. എന്തുകൊണ്ട് നീ റഷ്യ തിരഞ്ഞെടുത്തു? അവിടുത്തെ തണുപ്പ്. പിന്നെ റഷ്യയിലെ തണുപ്പ് കാരണം റഷ്യയിൽ പോകും. ഞാൻ ആദ്യമായിട്ട് ഒരാൾ റഷ്യയിൽ തണുപ്പ് ആസ്വദിക്കാൻ പോകുന്നത്. ഓരോ പാതിരാ സൂര്യൻ എന്ന ഒരു പ്രതിഭാസമുണ്ട്. പാതിരാ സൂര്യൻ എന്ന പ്രതിഭാസം കാണാനായിട്ട് എനിക്ക് അത് കാണണമെന്ന് ആഗ്രഹമുണ്ട്. കാണണമെന്ന് അവൻ ആഗ്രഹമുണ്ട്. മിടുക്കൻ. ഭദ്രയ്ക്കോ? സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡാണ് പെൺപിള്ളേർക്കൊക്കെ ഇഷ്ടം. പാരീസും സ്വിറ്റ്സർലാൻഡും. അത് വിട്ട് ഞങ്ങൾക്കൊരു കളിയിൽ. എന്തുകൊണ്ടാണ് സ്വിറ്റ്സർലാൻഡ്? അവിടെയുള്ള കാര്യങ്ങൾ അറിയുവാനൊന്ന് വിസിറ്റ് ചെയ്യാനുള്ള ഒരു വിസിറ്റ് ചെയ്യാനുമായിട്ട്. വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ ആഗ്രഹമുണ്ടോ സ്വിറ്റ്സർലാൻഡ് കണ്ടു കഴിഞ്ഞാൽ? സൗത്ത് കൊറിയ. BTS അറിഞ്ഞല്ലേ? അത് തന്നെ. ആരാ ഇഷ്ടപ്പെട്ട ആളതിലെ? ഓ, പിയും BT. വെമ്പിള്ളാർ ഒന്നി സ്വിറ്റ്സർലൻഡ്, പാരീസ് കഴിഞ്ഞാൽ പിന്നെ സൗത്ത് കൊറിയ. സാധാരണ ഞാൻ എന്താ വിചാരിച്ചെന്നറിയോ, ഈ കൊറിയൻ സ്കിൻ, ഗ്ലാസ് സ്കിന്നൊക്കെ നമുക്ക് ഈ കൊറിയയിലാണ്. അപ്പോൾ യൂട്യൂബിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഗ്ലാസ് സ്കിന്നൊക്കെ കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി കൊറിയയിൽ പോകുന്ന അതിനാണ്. ഈ BTSൻ്റെ കാര്യമൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ. നേരെ ചൊവ്വേ BTS നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ. അതിന് വേണ്ടിയൊന്നും കൊറിയയിൽ പോകാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇനി ദേവികയ്ക്കോ? എനിക്ക് ജപ്പാനിൽ പോകാനാണ്. ജപ്പാനാണ് ഇഷ്ടം. ജപ്പാൻ. എന്തുകൊണ്ട് ജപ്പാൻ? എനിക്ക് ഈ ഡിഫൻസ് കുറച്ചുകൂടി പഠിക്കണമെന്നുണ്ട്. ഇവിടെ വേറെ ആളായിരുന്നല്ലോ ഡിഫൻസ്, ഇങ്ങോട്ടും ഡിഫൻസ് ആയോ? അല്ല, ഞാൻ നേരത്തെ ബ്ലാക്ക് ബെൽറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് ബെൽറ്റ് ആണോ? കരാട്ടയില് ബ്ലാക്ക് ബെൽറ്റ്. കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ്. ഓക്കെ, 2 മൂവ് എപ്പോഴെങ്കിലും കാണിച്ചു തരുമോ? എനിക്കൊന്നാ കാണിച്ചു തരാം. ഓക്കെ, അപ്പം എന്തേ കണ്ടില്ലേ, കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി 5ാമത്തെ ചോദ്യത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നു. ഹൗ മെനി ഡോട്ട്സ് അപ്പിയർ ഓൺ എ പെയർ ഓഫ് ഡൈസ്? ഒരു ജോഡി പകിടകളിൽ എത്ര ഡോട്ടുകൾ പ്രത്യക്ഷപ്പെടും? വൈറ്റ് ടീമാണ് 42. 42 ഡോട്ടുകളാണെന്നാണ് പറയുന്നത്. ശരിയാണോ? ശരിയാണ്. ഇപ്പൊ ഇവരിവിടെ പറഞ്ഞിരിക്കുന്നു 42. ശരി ഉത്തരം. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കൃത്യമായിട്ട് പിടിച്ചോണ്ട് നിന്നോണം. മലയാളം കംപ്ലീറ്റ് ചെയ്യും ഞാൻ. ഓക്കെ, വാട്ട് ഈസ് ദി ക്യാപിറ്റൽ ഓഫ് അയർലൻഡ്? അയർലൻഡിന്റെ തലസ്ഥാനം ഏതാണ്? എന്തായാലും വൈറ്റ് ടീമാണ് പ്രസ് ചെയ്തിരിക്കുന്നത്. ഡബ്ലിൻ. ഡബ്ലിൻ. ഡബ്ലിൻ ഇസ് ദ റൈറ്റ് ആൻസർ. പ്രൊനൗൺസിയേഷനിൽ വന്നൊരു ചെറിയ ഇതേ ഉള്ളൂ. ഡബ്ലിൻ തന്നെയാണ് ശരി ഉത്തരം. അടിപൊളി. ഇനി അടുത്ത 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഹൗ മെനി ഇലമെന്റ്സ് ആർ ഇൻ ദ പീരിയോഡിക് ടേബിൾ? ആവർത്തന പട്ടികയിൽ എത്ര ഘടകങ്ങളുണ്ട്? വൈറ്റ് ടീമാണ് ബസർ പ്രസ് ചെയ്തിരിക്കുന്നത്. എത്രയാണ് ഉത്തരം? 118. 118 ആണോ ചേച്ചി? കറക്റ്റ് ആണ്. ശരി ഉത്തരം. 118. നിങ്ങൾക്ക് പീരിയോഡിക് ടേബിൾ പഠിക്കാനുണ്ടോ? ഇല്ല. പഠിക്കാനില്ല, എന്നാലും അറിയാം. കെമിസ്ട്രി ഇഷ്ടമാണോ ഇതിൽ ആർക്കെങ്കിലും? എനിക്കിഷ്ടമാണ്. നിനക്ക് ഇഷ്ടമാണ്. നിനക്ക് ഇഷ്ടമില്ലാത്തത് ഏതാ വിഷയം? എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് എല്ലാ വിഷയവും ഇഷ്ടമാണ്. എല്ലാ വിഷയവും ഇഷ്ടമാണ്. നീ ഫ്രണ്ട് ബെഞ്ചാണോ, മിഡിൽ ബെഞ്ചിലാണോ, ലാസ്റ്റ് ബെഞ്ചിലാണോ എന്ന് പറഞ്ഞേ? മിഡില്. ഫ്രണ്ടിൽ തന്നെയാണ്, മനസ്സിലായി എനിക്ക്. അതൊക്കെ
ഓക്കെ, അടുത്ത 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ്. ചേച്ചി പിന്നെ ആലോചിച്ചുകൊണ്ടിരിക്കാം, മലയാളം കഴിഞ്ഞ ഉടനെ പ്രസ് ചെയ്തോണം. പിള്ളേർ ഭയങ്കര ഫാസ്റ്റായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, റെഡി. അടുത്ത, വിച്ച് ഈസ് ദ only ബോഡി പാർട്ട് ദാറ്റ് ഇസ് ഫുള്ളി ഗ്രോൺ ഫ്രം ബർത്ത്? ജനനം മുതൽ പൂർണ്ണമായി വളർന്ന ശരീരഭാഗം ഏത്? ഓ ടീമാണ്. കൃഷ്ണമണി. ശരി ഉത്തരം. കണ്ണ്, ശരി ഉത്തരം. ഇനി അടുത്ത ചോദ്യമാണ്, 9ാമത്തെ ചോദ്യമാണ്. വാട്ട് ഈസ് ദി സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മാറ്റർ? ദ്രവ്യത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്താണ്? ദി വൈ ടീമാണ്. എന്താണ് ഉത്തരം? ആറ്റം. ആറ്റം, ശരി ഉത്തരം. വേറെ എന്തെങ്കിലും ആറ്റത്തിനെ കുറിച്ച് അറിയോ? ഇല്ല. ഒന്നും അറിയത്തില്ല, ആറ്റം ആണെന്ന് മാത്രമേ അറിയത്തുള്ളൂ. ഓക്കെ, ഇവിടെ എന്താണ് ഭദ്രയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് എന്താണ്? SS ഇംഗ്ലീഷും. SS ഇംഗ്ലീഷും. ദേവികയ്ക്ക് ബേസിക് സയൻസും ഇംഗ്ലീഷും. ബേസിക് സയൻസും ഇംഗ്ലീഷും പെൺകുട്ടികൾക്ക്. ഓക്കെ ഓക്കെ, അപ്പോൾ അടുത്ത ലാസ്റ്റ് ചോദ്യം കൂടെ ഉള്ളൂ. ബസർ കൃത്യമായിട്ട് മലയാളം കൂടി കേട്ടതിന് ശേഷം പ്രസ് ചെയ്തോണം. ഓക്കെ, വാട്ട് ഈസ് എ പ്രോസസ് ബൈ വിച്ച് എ ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു എ ഗ്യാസ്? ദ്രാവകം വാതകമായി മാറുന്ന പ്രക്രിയ ഏതാണ്? വൈ ടീമാണ് അഗൈൻ. ഇവാപ്പറേഷൻ. ഇവോപ്പറേഷൻ, കറക്റ്റ് ആൻസർ. ലിക്വിഡ് ഗ്യാസ് സ്റ്റേറ്റിലോട്ട് മാറുകയാണ് അല്ലേ, ഇവോപ്പറേഷൻ. ഞങ്ങളുടെ ഈ റൗണ്ട് അവസാനിക്കുമ്പോൾ ഞങ്ങളുടെ ഓ ടീം സ്വന്തമാക്കിയിരിക്കുന്നത് 6 പോയിന്റ് ആണ്. ഗുഡ്. ഇനി വൈ ടീം ഇവർ വിട്ടുകൊടുത്ത ബാക്കി 14 പോയിന്റ്സ് കുഞ്ഞുങ്ങൾ എടുക്കുകയാണ്. 14 പോയിന്റ്സ്. ഇതിൽ ആരാണ് കൂടുതൽ വഴക്കാളി? ആരാണ്? ഭദ്ര. ഭദ്രയാണ്. എന്താണ് ഇവള് വഴക്കുണ്ടാക്കുന്നത് നീയുമായിട്ട്? എന്ത് വഴക്കാണ് ഉണ്ടാക്കാൻ? അല്ല, ഇവളെ വെക്കവരെ കഴക്കാളി എന്നാണ് പറയണേ. അങ്ങനെ വീട്ടിൽ വഴക്കാളി എന്നാണ് പറയുന്നത്. ഭദ്രയ്ക്കാണല്ലോ മൊത്തം ചീത്ത പേരും. ഇവരോടെ കളിക്കാൻ കൂടുതലും പോണ ഞാനാണ്. അതാണ്. ഇവൻ എങ്ങനെയുണ്ട്? ഇവൻ മൊത്തത്തിൽ എങ്ങനെയുണ്ട്? ഒരു സ്ത്രീ വിരോധിയാണോ ഇവൻ? അങ്ങനെയല്ല, പക്ഷേ പഠിപ്പിയാണ്. പഠിപ്പികളെ സൂക്ഷിക്കണം, കൂട്ടത്തിൽ കൂട്ടാൻ പഠിപ്പികളെ ശ്രദ്ധിക്കണം. ഇവൻ പരീക്ഷയ്ക്ക് ആർക്കും കാണിച്ചു കൊടുക്കൂലായിരിക്കും. കാണിച്ചു കൊടുക്കും ആരെങ്കിലും ചോദിച്ചാ ഉത്തരം വല്ലതും? ഇല്ല. എന്നെ അവന് ഞാൻ കാണിച്ചൊന്നും കൊടുക്കത്തില്ല. നിന്നോട് ചോദിക്കാറുണ്ട് ആരെങ്കിലും ഉത്തരമൊക്കെ? ചോദിക്കാറുണ്ട്, പക്ഷെ അവൻ കാണിച്ചു കൊടുക്കത്തൊന്നുമില്ല. അതെന്താ നീ കാണിച്ചു കൊടുക്കാത്ത? എന്താ? അത് തെറ്റാണെന്ന് മോൻ വിശ്വസിക്കുന്നു. ഓ അതാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഞങ്ങളുടെ YXO കേരളയിലെ ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള സെഗ്മെന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പലപ്പോഴും നമ്മുടെ കുട്ടികളെയൊക്കെ വെട്ടിച്ച് ഓ ടീം ഇതിൽ പ്രൈസ് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കൃത്യമായിട്ട് ചെയ്തിട്ട് കുട്ടികളും പ്രൈസ് കൊണ്ടുപോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഗ്മെന്റ് ആണ് ഇത്. ഗെയിം റൗണ്ട് ആണ്. സോ ഞങ്ങളുടെ ഇന്നത്തെ ഗെയിം എന്ന് പറയുന്നത് പാസ് ദി റോഡ്. അപ്പം ഇത്രയേ ഉള്ളൂ. ദേ ഈ റോഡ് ഇവിടെ നിന്ന് എടുക്കുക. കണ്ടോ ചേച്ചി, ദേ ഇതിൽ തൊട്ടാലൊക്കെ ഇത് സൗണ്ട് അടിക്കും, ബീപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഒരാൾക്ക് 5 തവണ വരെ ഞാൻ ഓപ്ഷൻ തരും, അതായത് ലൈഫ് തരും. ഇത് ദേ ഈ സൗണ്ട് കേൾക്കാതെ ഏറ്റവും മാക്സിമം ദൂരം ആർക്കാണോ ഈ റോഡ് ഇവിടെ പാസ് ചെയ്ത് ഇപ്പുറത്ത് എത്തിക്കാൻ പറ്റുന്നത് ആ ടീമായിരിക്കും വിജയിക്കുന്നത്. ഓക്കെ, ഒരാൾക്ക് 5 ചാൻസേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ടീമിലെ 3 പേരും ചെയ്യണം. ഒരു ടീമിലെ ഏറ്റവും കൂടുതൽ ദൂരം ഇത് പാസ് ചെയ്ത് എത്തിക്കാൻ പറ്റുന്ന ആ ടീമായിരിക്കും വിജയിക്കുക. ഓക്കെ ചേച്ചി, 5 സ്കോറാണ്, 5 പോയിൻ്റാണ് സ്കോർ നില എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് കുറച്ചുകൂടെയൊക്കെ നമുക്ക് അടുത്തെത്താൻ പറ്റും. ഓക്കെ, റെഡിയാണ്. അപ്പോൾ ആദ്യം വൈറ്റ് ടീമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുന്നത്. ദേവിക, കൈയൊക്കെ കൊടുത്തതേ. അപ്പം ദേവിക അറിയാലോ, 5 തവണയുണ്ട്. 5 സൗണ്ട് കേട്ടാൽ യു ആർ ഔട്ട്. അതിനു മുമ്പ് മാക്സിമം ദൂരം ഇങ്ങ് എത്തിച്ചേക്കണം. ഓക്കെ, വളരെ പതിയെ കോൺസെൻട്രേഷൻ എടുത്തേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ക്ഷമ വേണം. റെഡി ദേവിക. പതിയെ. വെരി ഗുഡ്. പതിയെ. പോയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ ഒരു ടേണിൽ എത്തുമ്പോഴാണ് പലരും പതർന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. ഇനി ഭദ്രയ്ക്ക് അത് ബീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, പതിയെ ചെയ്താൽ മതിയിടാ.
റെഡി? ഓക്കെ. ആ 1. ഇതെന്താ ഇത്? മൂലം മറ്റേ വൈദ്യുതി കമ്പനി കഴിഞ്ഞ് ഇനി നീ വിട്ടോണ്ടിരിക്കണ്ട. അവിടെ ആദ്യം വന്നോടനെ അവൾ ഈ പറഞ്ഞ പോലെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് പോലെ കറണ്ട് കൊടുത്തോണ്ടിരിക്കുക. ഇനി അടുത്ത നിന്നിലാണ് എൻ്റെ പ്രതീക്ഷ. വായോ. ഇന്നത്തെ പഠിപ്പിക്ക് ഇത് എത്രത്തോളം ചെയ്യാൻ പറ്റും? പരീക്ഷയ്ക്ക് ഒരു ചോദ്യോത്തരം പോലും വേറെ ആർക്കും കാണിച്ചു കൊടുക്കാതെ എല്ലാം ഒറ്റയ്ക്ക് എഴുതുന്ന എൻ്റെ മിടുക്കനായ അഭിജിത്ത്. കമോൺ. വെരി ഗുഡ്. സൂക്ഷിച്ച് ടേൺ സൂക്ഷിച്ച്. കഴിഞ്ഞു. എന്താടാ പറ്റിയേ? നീ മൈക്കിലൊന്ന് പറഞ്ഞേ. അവിടെ ചെന്ന് നിന്നേ ആദ്യം. അവൻ പക്ഷെ കുറച്ചുകൂടെ ദൂരം അവൻ കടത്തി വിടും എന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. എന്താ നിനക്ക് പറ്റിയത്? എന്താണ് അത്? വളവിലെത്തുമ്പോഴത്തേക്ക് എന്തോ എനിക്ക് ബാലൻസ് കുറവായി. വളവിലെത്തുമ്പോഴത്തേക്ക് സെറ്റ് ആവുന്നില്ല, അതാണോ പറ്റിയത്? യെസ്. ഓക്കെ. ഇതിന്റെ വിഷമം മാറാൻ ഒരു 2 വരി മൂളാൻ പറ്റുമോ പാട്ട്? ആരാണ് 2 വരി മൂളുന്നത്? ഭദ്ര. ഒരുമിച്ച് പാടാം. ഒരുമിച്ച് പാടിക്കോ. ഒന്ന് മൂളിയിട്ട് വിട്ടോ. കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കളയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇങ്ങ നീലതുരത്തില് നീർപ്പരപ്പിൽ നിഴലിടും, അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ, ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ, താരക്കോളത്തുള്ളാൽ ചിലരും വെറ്റില ചെല്ലത്തിലോ, ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാൻ കുഞ്ഞിളം വാവേ, കഥ കേട്ട് മെല്ലെ മിഴിപ്പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നേ, തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. അടിപൊളി. ഗെയിമിന് സജ്ജമായിട്ട് നിൽക്കുകയാണ് ഞങ്ങളുടെ 3 ചേച്ചിമാരും. അപ്പൊ ആദ്യം അമ്പിളി ചേച്ചിയാണ് വരാൻ പോകുന്നത്. ചേച്ചി ഈ വളവ് കഴിഞ്ഞൊന്ന് എത്തിക്കണം, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. കാരണം വളവ് വരെയാണ് നമ്മുടെ ദേവിക എത്തിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റെഡി? റെഡി. പതിയെ മതി, 5 ചാൻസ് ഉണ്ട്. പതിയെ മതി. വെരി ഗുഡ്, വെരി ഗുഡ്. പോയി. ഓക്കെ, കുഴപ്പമില്ല. വളവെത്തുമ്പോഴാണ് എല്ലാവരും ഒന്ന് കിടുങ്ങുന്നത്. ഇവിടുത്തെ ഈ പോയിന്റിൽ അതെന്താണെന്നറിയാം ടെക്നിക്. യു ഹാവ് ടു ജസ്റ്റ് ഗോ വിത്ത് ദാറ്റ് ഫ്ലോ. നിങ്ങൾ അത് മാത്രമേ തിരിക്കുന്നുള്ളൂ, നിങ്ങളുടെ കൈയൊന്നും തിരിയുന്നില്ല, അതുകൊണ്ടായിരിക്കാം മേ ബി. ഇനി ചേച്ചിയാണ് വരാൻ പോകുന്നത്. ബിരിയാണി നൈപുണ്യത്തിലൂടെ കുടുംബത്തെ മൊത്തം വളച്ചെടുത്ത ചേച്ചി ഇന്നിപ്പോൾ ഇത് അറ്റംപ്റ്റ് ചെയ്യും. പതിയെ മതി, അനങ്ങാതെ നിന്നോട്ടെ. റെഡി? 1 2 3 4 5 6 7 10. പതിയെ. ഓക്കെ, അപ്പോൾ അടുത്ത ചേച്ചി എത്തിയിരിക്കുകയാണ്. കോളേജ് തലത്തിലൊക്കെ കോളേജിനെ കിടുകിടാന്ന് പറപ്പിച്ച ആൾക്കാരാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ റെഡിയാണോ? റെഡിയാണ് ചേച്ചി. എങ്ങനെയെങ്കിലും കര പറ്റിക്കണം ടീമിനെ. ഓക്കെ, ഒന്ന് ഈ വളം ഒന്ന് ചാടിക്കടത്തിയാൽ രക്ഷപ്പെട്ടു. ഓക്കെ, ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പതിയെ മതി. യെസ്, പതിയെ. ഇതെന്താ ഇത്? ഇലക്ട്രിക് ദീപോ?
വളഞ്ഞപ്പോൾ പോയതാണ് പതിയെ. ഓക്കേ, അപ്പോൾ ഏറ്റവും കൂടുതൽ ദൂരം നമ്മുടെ റോഡ് വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ സഞ്ചരിപ്പിച്ചിരിക്കുന്നത് എന്ത് തോന്നുന്നു? നിങ്ങളാണോ അവരാണോ? അറിയില്ല ആരാണെന്ന് അറിയില്ല. ഇപ്പോൾ ആസ് പെർ ദ ജഡ്ജ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിപ്പിച്ചിരിക്കുന്നത് വിതൗട്ട് മച്ച് ബീപ്പ് ദ ടീം ഓ. ടീം ഓയാണ് കുറച്ച് കൂടുതൽ ദൂരം നിങ്ങളെക്കാൾ ജസ്റ്റ് ഒരു പൊടിക്ക് അവരാണത് ക്യാരി ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് 5 പോയിന്റ് നൽകി 6-ൽ നിന്നും 11 പോയിന്റായിട്ട് നില ഉയർത്തിയിരിക്കുന്നു ടീം ഓ. ഓക്കെ, അപ്പോൾ ഓ ടീമാണ് വിജയിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് ജീവിത എക്സ്പീരിയൻസ് ഉള്ള 3 പേരാണ് എൻ്റെ ഈ ഒരു ഇടത് സൈഡിലായിട്ടുള്ളത്. ശരിക്കും ഇന്നത്തെ കുട്ടികളെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഈ സ്കൂൾ തലങ്ങളിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് നോട്ടി എന്ന് പറയുന്നത് ഈ ഒരു തലമുറയാണോ അതോ നിങ്ങളുടെ തലമുറയാണോ എന്നാ തോന്നുന്നു? പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു ജനറേഷനാണ് കുറച്ച് വികൃതി കൂടുതലുള്ള ഒരു ടീം എന്ന് പറയുന്നത്. നിങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ എങ്ങനെയായിരുന്നു ചേച്ചി? കുറച്ച് കൂടുതൽ നിഷ്കളങ്കത്വം തുളുമ്പി നിൽക്കുന്ന ഒരു സമയമായിരുന്നോ നിങ്ങളുടെയൊക്കെ? നോട്ടി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സമയം നോട്ടി ആയിരുന്നു. അങ്ങനെ നോട്ടിനെസ് കാണിച്ച ഏതെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ? ഇഷ്ടംപോലെ ഉണ്ട്. ആണോ? ഒരു 2 എണ്ണം എന്നോട് ഷെയർ ചെയ്യാൻ പറ്റുമോ? അത് ഞങ്ങൾ ബോർഡിങ്ങിലാണ് പഠിച്ചത്. അപ്പോൾ കോൺവെൻറ്റ് സ്കൂളിലായിരുന്നു. ഞാനും സജിനയായിരുന്നു. ഞങ്ങൾ ബോർഡേഴ്സ് ആയിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് സ്ട്രിക്റ്റ് ആണ് സിസ്റ്റേഴ്സ്. അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിക്കും നമ്മൾ. എന്താണ് അങ്ങനെ കാണിക്കുന്ന കാര്യം? കാണിക്കുന്നതെന്ന് വെച്ചാൽ മതിൽ ചാടി ഞങ്ങൾ അടുത്ത വീട്ടിൽ മാങ്ങ പൊട്ടിക്കാനൊക്കെ പോകും. സിസ്റ്റേഴ്സ് പ്രെയർ ചെയ്യുന്ന സമയത്താണ് മിക്കവാറും അതൊക്കെ ചെയ്യുന്നത്. പിന്നെ മരം കയറിയിട്ട് റോഡിലൂടെ പോണ ആൾക്കാരുടെ തലയിൽ കൂടെ കല്ലെടുത്തെറിയോ? മാങ്ങ പറിച്ചെറിയും. എന്നിട്ട് ഒളിച്ചിരിക്കും. ആ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് സജ്ന, ഞങ്ങളുടെ സെയിം സജ്നയാണ്. ഓക്കെ, ഇന്നത്തെ സ്റ്റേറ്റ് അവാർഡ് വിന്നർ കോറിയോഗ്രാഫർ. അതെ. ശരാ, ഇത്രയും കയ്യിലിരിപ്പോ? പിന്നെ അത് കഴിഞ്ഞിട്ട് ശരിക്കും എടുത്ത് പറയേണ്ട ഒരു ഇൻസിഡൻ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ എക്സാം ടൈം ആകുമ്പോൾ ഞങ്ങൾ ബോർഡേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടി ആക്സസ് ഉണ്ട്. സ്കൂളിൽ സിസ്റ്റേഴ്സുമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് നല്ല റാപ്പും ഉള്ളതാണ്. അപ്പോൾ എക്സാം ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ലൈബ്രറിയൻ സിസ്റ്ററുണ്ട്. അപ്പോൾ പുള്ളിക്കാരടുത്ത് എല്ലാ സബ്ജക്ട്സും വൺ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്നൊക്കെ ഷീ യൂസ് ടു പറഞ്ഞു തരും. ഒരു പ്രാവശ്യം ലൈക്ക് സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആക്ച്വലി ലൈബ്രറി തുറന്നു വന്നു. ഞങ്ങൾക്ക് പോയി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അതിനകത്ത് കയറിയിട്ട് ആക്ച്വലി ഞങ്ങളുടെ ക്ലാസ്സിൽ 21 സ്റ്റുഡൻസേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ 22 പേപ്പേഴ്സ് അവർ കറക്റ്റായിട്ട് വെക്കും. ഞങ്ങൾ അതിനിടയിൽ കൂടെ ഒരു പേപ്പർ ഇങ്ങ് ചൂണ്ടി ക്വസ്റ്റ്യൻ നോക്കാൻ പറഞ്ഞതാണ്. ഞങ്ങൾ പതുക്കെ അതിങ്ങ് വലിച്ചു. എന്നിട്ട് ഞാൻ പോയി കംപ്ലീറ്റ് എല്ലാം പഠിച്ചു. ഞാനും സജിന മാത്സിൽ കുറച്ച് വീക്കാണേ. എപ്പോഴും ഒരു 40-50 ഒക്കെ കിട്ടത്തുള്ളൂ. 100-ൽ എങ്ങനെയെങ്കിലും അങ്ങ് ജയിക്കുന്ന മാത്സിന്. ബാക്കിയൊക്കെ കുഴപ്പമില്ല. പക്ഷേ ഇത് ഞങ്ങൾ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം ഇരുന്നങ്ങ് പഠിച്ച്. ഞാനാണെങ്കിൽ മൊത്തം പഠിച്ച്. സജിന പിന്നെയും കുറച്ചുകൂടെ ഒന്ന് വിട്ട്. എന്നിട്ട് അവസാനം മാർക്ക് വന്നപ്പോഴത്തേക്കും എനിക്ക് ഓൾമോസ്റ്റ് 90 കിട്ടി. സജിനയ്ക്ക് ഓൾമോസ്റ്റ് ഒരു 70 കിട്ടി. അത് കണ്ടപ്പോഴേ നമ്മുടെ മാത്സ് സാറിന് മനസ്സിലായി എന്തോ ഇത് പെട്ടെന്ന് കയറിപ്പോകാൻ സാധ്യതയില്ല. അങ്ങനെ പിടിച്ച് കുടഞ്ഞു ഞങ്ങളെ. ഞാനൊന്നും പറഞ്ഞില്ല. സജിനെ പിടിച്ച് നൈസായിട്ടൊക്കെ ചോദിച്ചപ്പോൾ അവള് പതുക്കെ എല്ലാം വള്ളി പുള്ളി വിടാതെ പറഞ്ഞു കൊടുത്തു. അല്ല, മോഷ്ടിച്ചല്ല, ആക്ച്വലി സിസ്റ്റർ എടുത്ത് തന്നതാ ഞങ്ങൾക്ക്. അവരുടെ പേരങ്ങ് പറഞ്ഞു. അവരെ കൂടെ കുഴപ്പത്തിലായി. എന്നിട്ട് അവര് പിന്നെ അല്ല, ആക്ച്വലി അതാണ് സിസ്റ്റർ പറഞ്ഞു പോയി നോക്ക്, അവരുടെ തെറ്റാണല്ലോ, അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ പറഞ്ഞു. അതാണ് എങ്ങനെയെങ്കിലും ആ കോളേജിന് കുറച്ച് നല്ല രീതിയിൽ ഒരു നിലവാരം ഉയർത്തിക്കോട്ടെ എന്ന് കരുതി. പക്ഷെ ഞങ്ങൾ കുഞ്ഞിലെ അവിടെ വളർന്നുകൊണ്ട് സിസ്റ്റേഴ്സിന്റെ മക്കളെ പോലെ ആയതുകൊണ്ട് ഞങ്ങളെ അങ്ങ് എക്സെപ്റ്റ് ചെയ്തു. പിള്ളേർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പോയി ഇതൊന്നും ആരും കേട്ട് പഠിക്കും, ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടാ. ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങളെ ചെയ്യാൻ നിൽക്കരുത്. ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ മോഷിച്ചോണ്ട് പോവാ, അതൊന്നും ചെയ്യരുത് കേട്ടോ. പക്ഷെ അത് ആരും അറിഞ്ഞില്ല. ഇപ്പൊ ചിലപ്പോ ഇങ്ങനെ പറയുമ്പോ എല്ലാവരും അറിയുന്നേ. പക്ഷെ ഇത് കുറച്ച് കടന്ന കൈ ആയിപ്പോയി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരാ ഈ പറഞ്ഞ മാവിൽ കയറി ഇരുന്നിട്ട് വഴി കൂടെ പോണവരുടെ തലയിലൊക്കെ മാങ്ങ പറിച്ചെറിയാന്നൊക്കെ പറയുന്ന കുറച്ച് കടന്ന കൈയല്ലേ. നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും പരിപാടി ചെയ്യാറുണ്ടോ? ഞാനല്ല, ക്ലാസ് മുഴുവനായിട്ട് PT പീരീഡ് ഒക്കെ ചില ഫ്രീ പീരീഡ് കിട്ടും. പക്ഷെ ഞങ്ങൾക്ക് ഫ്രീ പീരീഡ് എല്ലാം PT പീരീഡാണ്. പോയി പറയും PT ആണ് ടീച്ചർ വിടണം. ചിലപ്പോൾ ഇല്ല. ഇതുപോലെ മാങ്ങ വല്ലതും പറിച്ചെറിയാറുണ്ടോ? മാങ്ങയൊന്നും പറിച്ചെറിയാറില്ല. അവിടെ ഇവിടെ ചുറ്റി നടക്കും. അവിടെ ഇവിടെ ഇങ്ങനെ ചുറ്റി നടക്കും.
ഇവൻ ആലോചിക്കുകയാണ് എന്തിനാണ് ഈ ഫ്രീ പീരീഡും PT പീരീഡും. ആ പീരീഡും കൂടെ മാത്സ് സാർ കയറി വന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഹാപ്പി ആയിട്ട് പഠിക്കായിരുന്നു എന്നാണ് അവന്റെ ആഗ്രഹം. ദേവികയ്ക്ക് ഏതൊക്കെ ഗ്രൂപ്പ്സ് ആണുള്ളത്? ഒന്ന് ഇത് പറഞ്ഞ പോലെ ബെസ്റ്റ് ഫ്രണ്ട് ഗ്രൂപ്പ്. ബെസ്റ്റ് ഫ്രണ്ട് ഗ്രൂപ്പ്. എത്ര ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്? എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല. ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല. പക്ഷെ എല്ലാവരും ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ് ആണ്. അതെന്തുകൊണ്ടാ മോൾക്ക് ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടാത്തേ? എനിക്കെന്തോ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് ആണ്. എല്ലാവരും നല്ല കൂട്ടുകൂടുന്നു. പിന്നെ അതില് കാര്യങ്ങളും വിളിച്ചു പറയുന്ന ഒരാളുണ്ടോ? എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരേപോലെയാണ്. അങ്ങനെ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സ് ബെസ്റ്റ് ഫ്രണ്ട്സ് ഗ്രൂപ്പ് അല്ലാതെ വേറെ ഏതെങ്കിലും രസകരമായിട്ടൊരു പേരുണ്ടോ ഗ്രൂപ്പിന്? കാന്താരീസ്. കാന്താരീസ്. ആ പെൺപിള്ളേരുടെ കാന്താരീസ് ഉണ്ട്. എത്ര കാന്താരിമാരുണ്ട്? പിന്നെ പട്ടിഷോ ഗ്രൂപ്പ്. പട്ടിഷോ ഗ്രൂപ്പോ? എൻ്റെ അമ്മേ, ഇവര് സ്വയമായിട്ടൊക്കെ പ്രഖ്യാപിച്ചു ഞങ്ങൾ പട്ടി ഷോയാണെന്ന്. എത്ര പട്ടികളുണ്ട് ആ ഗ്രൂപ്പിനകത്ത് പട്ടി ഷോ കാണിക്കുന്നേ? എത്ര പിള്ളേരുണ്ട് അതിനകത്ത്? 2-3 പേര്. ഇവര് 2-3 പേരെ ഉള്ളൂ ആ പട്ടി ഷോ ഗ്രൂപ്പില്. നിങ്ങൾ കാണിക്കുന്ന ഒരു പട്ടി ഷോ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച എനിക്ക്. ഇങ്ങനെ കറങ്ങി നടക്കും. നമ്മള് ഓവർ ക്യൂട്ട്നെസ് കാണിച്ച് നടക്കും. ഓവർ ക്യൂട്ട്നെസ് വാരി വെതറും. പ്രത്യേകിച്ച് ഏതെങ്കിലും പയ്യന്മാര് വാരി വെതറുക? ഇല്ല എല്ലാരെ കാണുമ്പോഴും. ഇവിടെ ക്യൂട്ട്നെസ് വാരി വിതറുന്ന 3 പേരാണ്. ഓവർ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇങ്ങനെ കറങ്ങി നടക്കുക. അതൊക്കെയാണ് അവരുടെ പട്ടി ഷോയിലുള്ളത്. അപ്പോൾ ചേച്ചിയുടെ ഈ പറഞ്ഞ പോലെ സിസ്റ്റേഴ്സ് ആരെങ്കിലും ഒക്കെ സിനിമ ഫീൽഡ് റിലേറ്റഡ് ആണോ? എന്തെങ്കിലും ഒരു സിനിമാ ബന്ധം ഉണ്ടോ? ഉണ്ട്. അനിയത്തി ഫിലിമിലൊക്കെ ഉണ്ട്. അവിടെ ലാലി PM എന്ന് പറയും. ലാലി PM. പിന്നെ അനാർക്കലി മരിക്കാറിന്റെ അനിയത്തിയുടെ മോളാണ്. ഒരു ചായ ഉണ്ട് കേട്ടോ. അപ്പൊ ശരിയാണല്ലോ. ഏതാണ് ഇന്നത്തെ യുവതലമുറയിൽ ഇഷ്ടപ്പെടുന്ന കാര്യം? നടന്മാര്? എനിക്കും ടോവിനോയെ ഇഷ്ടമാണ്. ടോവിനോയ്ക്ക് കുറച്ച് ഓട്ടമുണ്ട് ചേച്ചിമാരുടെ. ഇവിടെയോ ഹേമ ചേച്ചി? അങ്ങനെ പ്രത്യേകിച്ച് ആരും ഇഷ്ടമല്ല. എന്നാലും ഫേവറേറ്റ് ഇല്ല. ഓരോ സീസണിൽ ഇങ്ങനെ കഴിഞ്ഞ ലാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സീസൺ എപ്പോഴും ലാലേട്ടൻ ഉയരാണ്. നമുക്ക് എന്തൊരു വികാരമാണ് അല്ലേ ലാലേട്ടൻ? അത് സത്യമാണ്. അന്നത്തെ കാലത്ത് ജനിച്ചത് കൊണ്ട് ഇന്നത്തെ പിള്ളേർ ഇത് ചെയ്യുന്നു, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റിയില്ല എന്ന് ഏറ്റവും മിസ്സിങ് തോന്നിയൊരു കാര്യം എന്താണ്? ഈ പിള്ളേരൊക്കെ ഈസി ആയിട്ട് അത് ചെയ്യുന്നു, നമുക്കത് സാധിച്ചില്ലല്ലോ എന്ന് തോന്നിയൊരു കാര്യം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ചുകൂടി ഫ്രീഡം ഉണ്ട്. എല്ലാ സ്ത്രീകൾക്കും ഇത് തന്നെ ഫ്രീഡം. പണ്ട് ഈ പറഞ്ഞ പയ്യന്മാരുമായിട്ട് നമുക്കൊരു ചായ കുടിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ചായ കുടിക്കുന്നല്ലേ പയ്യന്മാരോട് സംസാരിക്കാൻ പറ്റില്ല. അതിൽ വിഷമമുണ്ടോ? ഇന്ന് വിഷമം സംസാരിക്കുമായിരുന്നു. നിങ്ങൾ സംസാരിക്കും, മനസ്സിലായി. എന്നാലും ആ ഒരു ഫ്രീഡം നമുക്ക് അത് കുഴപ്പമില്ല. ഇപ്പൊ ഞങ്ങളത് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പണ്ടത്തെ പ്രണയലേഖനങ്ങൾ ഉണ്ട്. ഇഷ്ടം പോലെ എഴുതി കൊടുത്തില്ല. പ്രണയം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ എഴുതുന്ന കത്ത് ഞാൻ പേര് മാറ്റി ബോർഡിങ്ങിൽ എല്ലാവർക്കും കൊടുക്കും. അപ്പൊ ഒരു സഹായ മനസ്കൃതിയാണ്. എന്നിട്ട് ആ പ്രണയം വിജയിച്ചു ചേച്ചി? ഇല്ല. എന്താണ് പരാജയ കാരണം? എന്തായിരുന്നു? എപ്പോഴും അതങ്ങ് മിസ്സായി. അതാണ് കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ. എവിടെയെങ്കിലും തപ്പി പിടിക്കാലോ. എന്നിട്ട് പുള്ളിനെ തപ്പി പിടിച്ചോ? ഇപ്പോ ഉണ്ട്. ഇപ്പോഴും ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. പഴയ ഇതുപോലെ 96 പോലെ ഓർമ്മിക്കാറുണ്ടോ? നമുക്ക് അങ്ങനെ ചമ്മലൊന്നുമില്ല. വളരെ ഇന്നസെന്റ് ആണ്. നമ്മുടെ ലവ് ലെറ്റേഴ്സ് ഒക്കെ വായിച്ച നല്ല കോമഡിയാണ്. അന്ന് എഴുതിയ പ്രണയലേഖത്തിലെ 2 വരി ഒന്ന് പറയാൻ പറ്റുമോ? ഓർമ്മയില്ല. ഒരുപാട് പേർക്ക് ഇങ്ങനെ എഴുതി കോപ്പി കൊടുക്കും. കാർബൺ കോപ്പി ആയിരുന്നു. എല്ലാവർക്കും കൊടുക്കുക. ഡിസ്ട്രിബ്യൂട്ടർ. ഞങ്ങൾ ബോർഡിങ്ങിൽ കുറെ പേരുണ്ടല്ലോ. അപ്പൊ ഒരാൾക്കൊരു ലവ് വരുമ്പോഴത്തേക്കും നമ്മൾ കൂട്ടിന് വേറെ അവരെയും കൂടെ പിടിച്ചൊക്കെ. ഇതൊക്കെ തന്നെ പരാജയ കാരണം എന്ന് പറയുന്നത്. ഇങ്ങനെ എല്ലാവരെയും ഇൻവോൾവ് ചെയ്താൽ പോയി. അല്ല, ഒരു കമ്പനിക്ക് വേണ്ടി അവർ കൂടെ ഒന്ന് ഇതാക്കി കൊടുക്കുക. അപ്പൊ നമ്മൾ ഒരുമിച്ച് അങ്ങനെയൊക്കെ ചെയ്യും. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഡേറ്റിംഗ് ആപ്പുകൾ ഉണ്ട് ഇന്ന്. ഡേറ്റിംഗ് ആപ്പുകളെ പറ്റിയുള്ള ഒരു വിശകലനം? ഇല്ല, ഡേറ്റിംഗ് ആപ്സ് ഒന്നും എനിക്ക് അത്ര ഇതല്ല. വേണ്ട എന്ത് തോന്നുന്നു? ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അതൊക്കെ മിസ്യൂസ് ചെയ്യാണ്ടിരുന്നാൽ മതി. എല്ലാം വേണം. ലൈക്ക് യു നീഡ് കുറച്ച് അങ്ങനെയൊക്കെ വേണം. പക്ഷെ അതിന് ഒരു ലിമിറ്റ് നമ്മൾ തന്നെ വെച്ചാൽ കുഴപ്പമില്ല. നമ്മൾ കുടി ചാടാതിരുന്നാൽ മതി. അത്രേ ഉള്ളൂ. അങ്ങനെയേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ആ ലിമിറ്റ് കീപ്പ് ചെയ്യുക. ബാക്കി എല്ലാം പുതിയ തലമുറയിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 2 റൗണ്ട്സ് കഴിഞ്ഞു. 3ാമത്തെ റൗണ്ടിലേക്ക് പോകുന്നു. ആൻഡ് ദ റൗണ്ട് ഇസ് കോൾഡ് ദ സ്വിച്ചിങ് ഓവർ. സ്വിച്ചിങ് ഓവറിൽ ഒന്നുമില്ല. ഓ ടീമിനോട് വൈ ടീമിന് ഏറ്റവും നന്നായിട്ട് അറിയുന്ന കാര്യങ്ങൾ ചോദിക്കും. വൈ ടീമിൻ്റെ അടുത്ത് ഓ ടീമിന് കൂടുതലായിട്ട് അറിയുന്ന കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. സോ ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് എങ്ങനെയാണ് നിങ്ങൾ മാക്സിമം മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് നമ്മളൊന്നറിയാൻ പോവാണ്.
ഓക്കെ, ആദ്യം വൈറ്റ് ടീമിൻ്റെ അടുത്താണ് എൻ്റെ ചോദ്യങ്ങൾ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റെഡി. ആദ്യത്തെ ചോദ്യം, ഹു ഓർഗനൈസ്ഡ് ദി ക്രൈം സിൻഡിക്കേറ്റ് ഡി കമ്പനി ഇൻ മുംബൈ? ഡി കമ്പനി എന്ന് കേട്ടിട്ടുണ്ടോ? മുംബൈയിലെ ക്രൈം സിൻഡിക്കേറ്റ് ആണ്, ഒരു അധോലോകമാണ് ഡി കമ്പനി. അതിൻ്റെ ദി മെയിൻ മുതലാളി, അത് സംഘടിപ്പിച്ചത് ആരാണ്, അത് ഉണ്ടാക്കിയ ആൾ ആരാണ്? ദ ഡി കമ്പനി. ഡി കമ്പനി കേട്ടിട്ടുണ്ടോ? അധോലോകം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ധാരാവി തെരുവുകളെ റൂൾ ചെയ്യുന്ന അധോലോകം. എന്താണ് അധോലോകം മോനെ? അണ്ടർവേൾഡ്. അണ്ടർവേൾഡ് ആണ് അധോലോകം. നിനക്ക് എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് അധോലോകത്തിലെ? അണ്ടർവേൾഡ് ആണ്. വേറെ എന്തെങ്കിലും അറിയോ അണ്ടർവേൾഡിനെ പറ്റി? വേറൊരു ലോകം തന്നെയാണ് അവിടെ. വേറൊരു ലോകമാണ് അധോലോകം. വേറെ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു. അതിൽ എങ്ങനെയുള്ള ആൾക്കാരാണ്? നല്ല ആൾക്കാരാണോ ചീത്ത ആൾക്കാരാണോ? അണ്ടർവേൾഡ് എന്ന് പറയുമ്പോൾ നല്ലവരും കാണും. അണ്ടർവേൾഡ് ആണല്ലോ, നല്ലവരും കാണും. ഓക്കെ, നിനക്ക് എന്താ തോന്നുക, നല്ലവരാണോ മോശം ആൾക്കാരാണോ? മോശമായാലും കാണും, നല്ലവരായാലും കാണും. നല്ലവരായാലും കാണും അധോലോകം. നിനക്കോ അധോലോകത്ത് നല്ലവരാണോ ചീത്ത ആൾക്കാരാണോ? കൂടുതലും ചീത്ത ആൾക്കാരാണ്. പക്ഷെ ഓരോരുത്തരുടെ മനസ്സുപോലെ ഇരിക്കും. ചിലര് നല്ല ആള്. ശരിയാ, നല്ല മനസ്സുള്ളവർ അധോലോകത്തിലേക്ക് ചെന്ന് ഇറങ്ങുന്നത്, അതിലേക്ക് കയറുന്ന എന്നെ മനസ്സിന്റെ നല്ല ഉറപ്പുള്ളവരാ. എൻ്റെ പൊന്നു മോനെ, ഒള്ളി കൊട്ടേഷൻ, കൊല, അങ്ങനെ ഏറ്റവും ഡ്രഗ്സ് ഡീലിംഗ് ഒക്കെ ചെയ്യുന്ന വലിയ കാര്യമാണ് ഈ അധോലോകം എന്ന് പറയുന്നത്. അതിൽ അധികം നല്ലവരൊന്നും കാണില്ല കേട്ടോ. 0.0 ചാൻസസേ ഉള്ളൂ. 0.0 ചാൻസസ് ഉള്ളൂ. പിന്നെ മറ്റേ കീടാണു ഉണ്ടല്ലോ, 100 ചത്താലും 0.01 കീടാണു. അതുപോലെ അധോലോകത്തിൽ ചിലപ്പോൾ നന്മയുള്ള ഒരാൾ കാണും. നമ്മുടെ കുറ്റമല്ലല്ലോ. ഹാർപ്പിക് യൂസ് ചെയ്താൽ അത് വരാം. ഓക്കെ, ഡി സിൻഡിക്കേറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ദാവൂദ് ഇബ്രാഹിം. ദാവൂദ് ഇബ്രാഹിം ആണ് ശരി ഉത്തരം. കേട്ടിട്ടുണ്ടോ ദാവൂദ് ഇബ്രാഹിം എന്ന്? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പക്ഷെ പേര് മറന്നുപോയി. കേട്ടിട്ടുണ്ടോ ദാവൂദ് ഇബ്രാഹിം? ഒരു നന്മയുള്ള മനുഷ്യനാണോ ദാവൂദ് ഇബ്രാഹിം? ഒട്ടുമല്ല. ഒട്ടുമല്ല. അതെങ്കിലും പറഞ്ഞല്ലോ നീ. ഓക്കെ, എന്തായാലും കൊള്ളാം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാണ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ആക്ടർ ഹു മെയ്ഡ് ഹിസ് ആക്ടിംഗ് ഡെബ്യൂട്ട് ഇൻ ദ ഫിലിം കൂടെവിടെ? കൂടെവിടെ എന്ന ചിത്രത്തിലെ അഭിനയ രംഗത്ത്, അല്ലെങ്കിൽ കൂടെവിടെ എന്ന ചിത്രത്തിലൂടെ അഭിനയത്തിലേക്ക് കടന്നു വന്ന നടൻ ആരാണ്? ഇന്നും കൂടെവിടെ എന്നൊരു സിനിമ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടേ ഇല്ല. കൂടെവിടെയിലെ നായകൻ മമ്മൂക്കയായിരുന്നു. ഇതും നായക സ്ഥാനത്ത് തന്നെയായിരുന്നു. ഇന്നും ആ ആക്ടർ വളരെ സജീവമായിട്ട് മലയാളം, തമിഴ് അങ്ങനെ ഓടി നടന്ന് അഭിനയിക്കുകയാണ്. സുന്ദരനായൊരു നടനാണ്. ദുൽഖർ. ദുൽഖറോ? ദുൽഖർ ഒന്ന് ജനിച്ചിട്ടുണ്ടാവോ? ഉണ്ടാവണം. ആ സമയത്തൊക്കെ ഒരു 1-2-1.5 വയസ്സൊക്കെ കാണുള്ളൂ ദുൽഖറിന്. സുന്ദരനായ നടൻ എന്ന് പറഞ്ഞപ്പോൾ ദുൽഖറിൽ ചാടി വീണു അവൻ. എൻ്റെ പൊന്നെ, ഇതൊക്കെ 1980s കാലഘട്ടം ഡാ. നിനക്കാരാ തോന്നുന്നേ? ഇന്നും വളരെ സജീവ. ആ പുള്ളിക്ക് ഇപ്പോൾ ഒരു 50-60 വയസ്സൊക്കെ കാണൂ അല്ലേ? നിങ്ങളുടെയൊക്കെ രോമാഞ്ചമായിരുന്നില്ലേ ആ നടൻ? ആണ്. ചേച്ചിയുടെ മുഖത്തങ്ങ് നാണം. മോഹൻലാലോ? ലാലേട്ടനും അല്ല. ഇവിടെ ദേവിക്കും കൂടെ ഒരു അവസരം കൊടുക്കാം. ആ, ഒന്ന് പറഞ്ഞു നോക്കിയേ. അതായത് സുന്ദരനായ നടനാണ് ഇന്നും അദ്ദേഹം. കൃത്യമായിട്ട് ഇപ്പം ഈ ഇടയ്ക്ക് ഒരു സീരീസ്, അതായത് ഒരു ഹോട്ട്സ്റ്റാർ സീരീസിലൊക്കെ വന്ന് ഭയങ്കര ഫേമസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ 2-3 സീരീസിൽ ആ പേര് പറയും. ആ സീരീസ് പേര് പറഞ്ഞാൽ നിങ്ങളത് പറയും. ആ, ഫഹദ് ഫാസ്. പിള്ളേർക്ക് ഫഹദ് ഫാസിലും ദുൽഖർ സൽമാനെയൊക്കെ അറിയത്തുള്ളൂ. ചേച്ചി പറ, ചേച്ചി ആ പേര്. റഹ്മാൻ. ഇതെന്റെ പോലീസുകാരൻ ചേട്ടൻ കാണുന്നുണ്ടോ? ഇതുവരെ മിണ്ടാതിരുന്നതാ. റഹ്മാനെ കണ്ടാൽ ചാടി വീണ് മൈക്കെടുത്ത് റഹ്മാൻ എന്നൊക്കെ. ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. പോട്ടെ, കുഴപ്പമില്ല. ആ സമയത്ത് ആർക്കാണ് ഇഷ്ടം തോന്നാത്ത റഹ്മാൻ്റെ അടുത്ത്? ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. പ്രശസ്തമായ ഇന്ത്യൻ വൊഡാഫോൺ പരസ്യങ്ങളിൽ ഹച്ച് ഡോഗായി ഉപയോഗിച്ച നായ്ക്കളുടെ ഇനം ഏതാണ്? ഏത് ബ്രീഡിലുള്ള പട്ടിക്കുട്ടികളെയായിരുന്നു? വൊഡാഫോണിൻ്റെ ആഡുകൾ കണ്ടിട്ടുണ്ടോ? ഭയങ്കര ഹിറ്റായിരുന്നു ഒരു കാലത്ത്. വൊഡാഫോൺ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അവരുടെ ഏറ്റവും ഹിറ്റ് ആഡും ഇത് തന്നെയാണ്. അതിൽ ഒരു തരം പട്ടിക്കുട്ടികളെ ഉപയോഗിച്ചാണ് അവർ ആഡ് ചെയ്തത്. അത് ഏത് ബ്രീഡ് ഓഫ് ഡോഗാണ്? പഗ്. ശരി ഉത്തരം. ഓക്കെ, അടിപൊളി. അപ്പോൾ ഇനി അടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൗണ്ടാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യമാണ്. ഇതൊരു ഇമേജാണ്. ഈ ഇമേജിലത് ആരാണെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് പറയണം. ഇമേജ് കാണിക്കട്ടെ ചേച്ചി? ഓക്കെ, ശ്രദ്ധിച്ചു നോക്കുക. ഇമേജ് പ്ലീസ്. അതിൽ നോക്കുകയാണോ? എവിടെയെങ്കിലും ഇദ്ദേഹത്തെ കണ്ടതായിട്ടൊന്ന് ഓർക്കുന്നുണ്ടോ എന്ന് നോക്കിയേ. മോളെ ദേവികെ, എവിടെയെങ്കിലും ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ എന്ന് നോക്കിയേ.
മേഖലയാണ് എന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഇദ്ദേഹത്തിന്റെ ഇരിപ്പൊക്കെ കണ്ടിട്ട് ഈ പുള്ളി ഏത് മേഖല ആയിരിക്കും എന്ന് തോന്നുന്നു ദേവികയ്ക്ക്? രാഷ്ട്രീയമാണെന്ന് തോന്നുന്നു. രാഷ്ട്രീയമാണെന്ന് തോന്നുന്നു. എന്താടാ രാഷ്ട്രീയം തോന്നാൻ കാരണം? വെള്ള ഡ്രസ്സും വെള്ള ഡ്രസ്സ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കുഞ്ഞു ഉദ്ദേശിച്ചത്. മോൾക്ക് എന്ത് തോന്നുന്നു? ഏത് മേഖലയാണ് പുള്ളിയുടെ? സാഹിത്യം. 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 നിനക്ക് എന്താ തോന്നുന്നേ? കായികം. കായികം. സാംസ്കാരിക, സാമുദായിക, കായിക മേഖലകളിൽ ആരൊക്കെയാണ്? രാഷ്ട്രീയം പറഞ്ഞു. കായികം എന്ന് തോന്നാൻ കാരണം എന്താ മോനെ? അതവന്റെ ഇരിപ്പ്. ആ ഒരു ഇരിപ്പ് കണ്ടിട്ട് ഏത് കായിക ഇനം ആയിരിക്കും നിനക്ക് ലക്ഷണം കണ്ടിട്ട് തോന്നുന്നേ? വോളിബോൾ. വോളിബോൾ ആയിരിക്കും ഇദ്ദേഹത്തിന്റെ ഇനം എന്നും കൂടി അവൻ. അതാ എനിക്ക് മനസ്സിലായില്ല, എന്താണ് ഇങ്ങനെ? അതേ ഇങ്ങനെ ഇരിക്കുന്നോണ്ടാണോ? ഇവിടെ ഒരാൾ കൃത്യം ദേവിയെ പറഞ്ഞു വെള്ള ഡ്രസ്സാണ് ചേച്ചി, അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയക്കാരനാകാം. നീ പറയുന്നു വോളിബോൾ എന്ന് അദ്ദേഹത്തിന്റെ ഏത് ആംഗിളിൽ നോക്കിയിട്ടാണ് നിനക്ക് അങ്ങനെ തോന്നിയതെന്നൊന്നും എനിക്ക് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. അത് ഊഹം പറഞ്ഞാണ്. ഊഹം പറഞ്ഞാണ്. അല്ല, എന്നാലും നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം ക്രിക്കറ്റ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, ഗോട്ടികളി ഉണ്ട്, മറ്റേ ഇതുണ്ട്, ഹോക്കി ഉണ്ട്. ഇതൊന്നും പറയുന്നത് ഈ വോളിബോൾ എന്ന് ഇങ്ങനെ പറഞ്ഞു ഇദ്ദേഹം വോളിബോൾ പ്ലെയർ ആണെന്ന്. ഒരു എന്താണ് അദ്ദേഹത്തിന്റെ കണ്ണാണോ മുദ്രയാണോ? ഞാൻ ഊഹം പറഞ്ഞ. അപ്പൊ വോളിബോൾ പ്ലെയർ ആണോ, നീ രാഷ്ട്രീയക്കാരനാണോ, എന്താണ് അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിന്റെ ഉത്തരം തകഴി ശിവശങ്കരപിള്ള എന്നാണ്. ഏറ്റവും മലയാളത്തിലെ പ്രശസ്തനായ എഴുത്തുകാരനാണ്. കയർ, ചെമ്മീൻ തുടങ്ങി ഒരുപാട് നോവൽസ് ഒക്കെ എഴുതിയ, വെള്ളപ്പൊക്കത്തിൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പഠിക്കാൻ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. എന്നിട്ടാണോ ആലോചിച്ചുകൊണ്ടിരുന്നത്? സാഹിത്യമാണോ എന്താ അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തായാലും അത് കുഞ്ഞുങ്ങൾക്ക് മാർക്ക് കിട്ടുന്നില്ല. ഇനി അടുത്ത ചോദ്യമാണ്, അഞ്ചാമത്തെ ചോദ്യം. ഇതെങ്കിലും പറയണം. ഓക്കെ, ഒരെണ്ണേ കിട്ടിയിട്ടുള്ളൂ ഇതുവരെ. അഞ്ചാമത്തെ ചോദ്യമാണ്, മുഖ്യമന്ത്രിയോട് ചോദിക്കാം എന്ന പ്രോഗ്രാം നടത്തിയ മുഖ്യമന്ത്രി ആരാണ്? മുഖ്യമന്ത്രിയോട് ചോദിക്കാം. ഇതൊരു ടെലിഫോൺ പരിപാടിയായിരുന്നു. അതായത് നമുക്ക് ഫോൺ വിളിച്ച് മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്യുക. അവർ മുഖ്യമന്ത്രിയോട് ചോദിക്കുക. അപ്പം നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, പരാതികളുണ്ടെങ്കിലൊക്കെ മുഖ്യമന്ത്രി നേരിട്ട് ഫോണിൽ കണക്ട് ചെയ്തൊരു TV ഷോ ഒക്കെ ആയിരുന്നു, വളരെ പ്രശസ്ത. മുഖ്യമന്ത്രിയോട് ചോദിക്കുക. ഏതൊക്കെ മുഖ്യമന്ത്രിമാരെ അറിയാം? അച്യുതാനന്ദൻ തെറ്റുത്തരം. EK നയനാരാണ്. EK നയനാർ എന്ന് കേട്ടിട്ടുണ്ടോ? EK നയനാർ എന്ന് കേട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മളൊക്കെ അത് കണ്ടിട്ടുണ്ടല്ലേ ആ TV ഷോ. കാരണം ഭയങ്കര രസമായിട്ട് അദ്ദേഹം മറുപടിയൊക്കെ പറയും. ടീമിന് ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്ന ഒരു റൗണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ്. കാരണം പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാം അറിയാം, പക്ഷെ ശ്രദ്ധിക്കാറില്ല പലതും. അതാണ് ഞങ്ങളിവിടെ കറക്റ്റായിട്ട് പിൻ പോയിന്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ചോദിക്കാം. ചേച്ചി റെഡി? ഓക്കെ, ആദ്യത്തെ ചോദ്യം. ഹൂ ഈസ് ദ ലീഡ് ആക്ടർ ഇൻ ദി ഹൊറർ കോമഡി മൂവി സ്ത്രീ? ഹൊറർ കോമഡി ചിത്രമായ സ്ത്രീ, ആ ചിത്രത്തിലെ നായകൻ ആരാണ്? രാജ്കുമാർ റാവു. ശരി ഉത്തരം. കണ്ടിട്ടുണ്ടോ ചേച്ചി? കണ്ടിട്ടുണ്ട്. എനിക്കൊന്ന് കണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് അറിയായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. VR എന്ന് നമ്മളിപ്പം കാണാറുണ്ട്. VRന്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. VRന്റെ പൂർണ്ണ രൂപം എന്ത്? VRന്റെ കാലമാണ്. VR എക്സ്പീരിയൻസ് ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അറിയാം, നിങ്ങൾക്ക് അറിയാം സാധനം, നിങ്ങൾക്ക് അറിയാൻ പറ്റും. പറയില്ലേ. VR ആണ്. വിർച്വൽ ശബ്ദമാണെന്നോ? എന്തോ സംഭവമാണ്. വിർച്വൽ എന്തോ സംഭവമാണ്. വിർച്വൽ റിയാലിറ്റി എന്നാണ്. വരട്ടെ, ഒന്നുകൂടെ ഓർക്കെ പറഞ്ഞോ. വിർച്വൽ റിയലൈസേഷൻ. ഒന്നുകൂടെ പറഞ്ഞേ. വിർച്വൽ റിയാലിറ്റി. ശരിയാണോ? വിർച്വൽ റിയാലിറ്റി. മറ്റേത് ഇഷ്ടമായി, വിർച്വൽ റിയലൈസേഷൻ എന്നൊക്കെ കറക്റ്റ് കിട്ടിയതായിരുന്നു. പിന്നെ ഒന്നുകൂടെ ചോദിച്ചപ്പോൾ അങ്ങ് പതറിപ്പോയി. ഓക്കെ, വിർച്വൽ റിയാലിറ്റി, VR എക്സ്പീരിയൻസ്. ഓക്കെ, നിങ്ങൾക്കറിയാം അല്ലേ, ഓഗ്മെന്റഡ് റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റി. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് പേരുകേട്ട ബൈജു രവീന്ദ്രന്റെ സ്റ്റാർട്ടപ്പ് ഏതാണ്? ബൈജു രവീന്ദ്രന്റെ സ്റ്റാർട്ടപ്പ്. ബൈജൂസ് ലേണിംഗ് ആപ്പ് അതാണോ? കറക്റ്റ്. ബൈജൂസ് ലേണിംഗ് ആപ്പ്. ബൈജൂസ് ആപ്പ് ആണ്.
അടിപൊളി. ഓക്കെ, അപ്പോൾ അടുത്ത ഇതിലേക്ക് പോകുന്നു. ഈ MB GB, ഒരു MB ഉണ്ട്, ഒരു TB ഉണ്ട്, ഒരു GB ഉണ്ട് എന്നൊക്കെ നമ്മൾ ഈ എന്താ പറയുക ചെറിയത് നമ്മൾ കേൾക്കാറില്ല. അപ്പോൾ ഈ GB-യുടെ പൂർണ്ണ രൂപം എന്താണ്? GB ഗിഗാബൈറ്റ്. ഗിഗാബൈറ്റ്, ശരി ഉത്തരം. ജിഗാബൈറ്റ് ഒക്കെ അറിയാം. അപ്പോൾ അടിപൊളി. മെഗാബൈറ്റ്, ടെട്രാബൈറ്റ്, ജിഗാബൈറ്റ് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, ഇനി ഒരേ ഒരു ചോദ്യം കൂടെ ഉള്ളൂ. Which streaming platform has a red logo with an N and offers a kids mode for family friendly content? ഏത് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണ് N-ഉള്ള ചുവപ്പ് ലോഗോ ഉള്ളതും കുടുംബ സൗഹൃദ ഉള്ളടക്കത്തിനായി കിഡ്സ് മോഡ് വാഗ്ദാനം ചെയ്യുന്നതും? പറഞ്ഞ് എന്താണ് ടീച്ചർ മനസ്സിൽ വരുന്നത്? നെറ്റ്ഫ്ലിക്സ്, ശരി ഉത്തരം. നെറ്റ്ഫ്ലിക്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇന്നത്തെ 3 മത്സരങ്ങളും കഴിയുമ്പോൾ ഞങ്ങളുടെ വൈറ്റ് ടീമിന് കിട്ടിയിരിക്കുന്നത് 16 പോയിന്റ് ആണ്. ഗുഡ്. ഇനി ഞങ്ങളുടെ O ടീമിന് ലഭിച്ചിരിക്കുന്നത് എത്രയെന്നൊരു ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ ഇല്ല, അവർ എണ്ണി പോലും നോക്കിയിട്ടില്ല. ഏറ്റവും നല്ല പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. ദേ ആർ ഗെറ്റിംഗ് 21 പോയിന്റ്സ്. ഇന്ന് വിജയികളായി മാറിയിരിക്കുന്നു ടീം O. അപ്പോൾ ഇനി ഞങ്ങളുടെ വിന്നേഴ്സിനും റണ്ണേഴ്സപ്പിനും ആണ് കേട്ടോ നമ്മളിതേ പ്രൈസ് കൊടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു ടീം Y. അപ്പോൾ ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് ചിച്ചി ഫാഷൻ സ്റ്റോർ പട്ടം ട്രിവാൻഡ്രം നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആണ്. 2010 മുതലുള്ള ഷോപ്പാണ്. കൺഗ്രാറ്റ്സ്. ക്യാഷ് പ്രൈസ് കൂടി ഇവർക്കുണ്ട്. കൂടാതെ മെമെൻറ്റോസും ഉണ്ട്. മെമെൻറ്റോസ്. കൺഗ്രാറ്റ്സ്. സോ നമ്മുടെ വിന്നേഴ്സ് ആയിരിക്കുന്നത് ടീം O ആണ്. പ്ലീസ് കെയർഫുൾ. സോ ഇവർക്ക് ലഭിക്കുന്നത് മൂന്നാർ ടീ പോട്ട് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സും ചിച്ചി ഫാഷൻ സ്റ്റോർ നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സുമാണ്. ഇവർക്ക് 3000 rupees ക്യാഷ് പ്രൈസ് കൂടിയുണ്ട്. കൂടാതെ മെമെൻറ്റോസും ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ കുട്ടികളെ പോലും മലർത്തി അടിച്ചുകൊണ്ട് പ്രായത്തെ വെല്ലുന്ന പാഠവും കൊണ്ട് അനുഭവം കൊണ്ട് ഇന്നത്തെ അധ്യായത്തിൽ ഇവിടെ വിജയികളായിരിക്കുന്നത് നമ്മുടെ ടീം O ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇനിയും കൗതുകമുണർത്തുന്ന കാഴ്ചകളും വിശേഷങ്ങളും കുറേ ഇൻഫർമേഷൻസ് എൻ്റർടൈൻമെൻറ്റുമായിട്ട് വിൽ ബി ബാക്ക് സൂൺ. ആൻഡ് ദിസ് ഇസ് RG Media 360 presenting YXO Kerala, winding up. Gift sponsored by Chichi Rahan Spice Route.